നാരായണ 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 ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ ഓ ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. മാനാതീത ഗുണാകര സുമനസാമഗ്രേസര ശ്രീപതി ധ്യാനാവസ്ഥിതമാനസ പരിണത പ്രജ്ഞ പ്രകൃഷ്ടാശയ നാനാശാസ്ത്ര വിശാരദ പ്രണിപതൽ ഭക്തവ്രജൈരാവൃത ജ്ഞാനാനന്ദയതീശ്വരോ വിജയതേ സൗജന്യരത്നാകര. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ബാലകൃഷ്ണം പരം ഗുരും. വാഗീശാദ്യാസു മനസാം സർവാർത്ഥാനാമുപക്രമേയം നത്വാ കൃതകൃത്യാസിസ്ത്വം നമാമി ഗജാനനം. ദോർഭിർയുക്താ ചതുർഭിസ്ഫടികമണിമയീയക്ഷമാലാം ദദാനാ ഹസ്തേനൈകേന പദ്മം സിതമഭിജശുകം പുസ്തകം ചാപരേണ ഭാസാം കുന്ദേന്ദുശംഖസ്ഫടികമണിനിഭാം ഭാസമാനാ സമാനാം സാമേ വാഗ്ദേവതേയം നിവസതു വദനേ സർവദാ സുപ്രസന്നാ. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം പാതാലയേശമനിശം ഹൃദി ഭാവയാമി. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. ഓം ജന്മാദ്യസ്യ യതോന്വയാലിതരതച്ഛാത്വേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യസ്സൂരയ തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര സർഗോ മൃഷ ധാമ്നാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മപ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സദാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വര സദ്യോ ഹൃദ്യവരുദ്ധ്യതേ ത്രകൃതിഭിഃ ശുശ്രൂഷുഭിത്തക്ഷണാൽ നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹ കാതര ആജുഹാവ പുത്രേതി തന്മയതയാദരവോഭിനേതുസ്തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖില ശ്രുതിസാരമേകമധ്യാത്മദീപമതിഥിതീർഷതം തമോന്ധം
സംസാരിണാം കരുണയാക പുരാണഗുഹ്യം തം വ്യാസസൂനമുപയാമി ഗുരും മുനീനാം മൂകം കരോതി വാചാലം ഭംഗം ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം യം ബ്രഹ്മാ വരുണേന്ദ്ര രുദ്രമരുതസ്തുന്വന്തി ദിവ്യൈസ്തവൈർവേദൈ സംഗമതക്രമോപനിഷദൈ ഗായന്തി യന്താമകാ ധ്യാനാവസ്ഥിത തദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തന്ന വിദുസുരാസുരഗണ ദേവായ തസ്മൈ നമഃ കോമളം പൂജയൻ വേണും ശ്യാമളവയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ദാസതം പുരതോ മമ ഭൂതേർമഹദ്വിദ്യൈ മാ പുരോ വിഭുർനിർമായ ചേതേ യതമോഷപൂരുഷ ഭുക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മക സ്ഥോലം ഗൃഹീഷ്ട ഭഗവാൻ വജാംസി മേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഹര ഹര നമ പാർവതീപദേ ഹര ഹര മഹാദേവ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീകൃഷ്ണായ നമോ നമഃ. സജ്ജനങ്ങൾക്ക് എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ശ്രീമദ് ഭാഗവതം ഒരു ശ്ലോകമോ ശ്ലോകത്തിന്റെ പാതിയോ എങ്കിലും നമ്മൾ നിത്യവും അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് വായിക്കുകയാണെങ്കിൽ കോടിക്കണക്കിന് ജന്മങ്ങളിൽ ആർജിച്ചിട്ടുള്ള ജീവന്റെ പാപം ആ അരശ്ലോകം ഭാഗവതം കീർത്തിക്കുന്നത് കൊണ്ട് തന്നെ നശിക്കുന്ന അത്രയും പുണ്യപ്രദമാണ് ശ്രീമദ് ഭാഗവത പഠനം, ശ്രവണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ. ഏതാ നമുക്ക് സൗകര്യച്ച അത് ചെയ്യുക. ഇനിയിപ്പോ പഠിക്കാനും ശ്രമിക്കാനും ഒന്നും കഴിഞ്ഞിട്ടില്ലെങ്കിലും അതിനുള്ള സേവനം ചെയ്താൽ തന്നെ ആ പുണ്യാണ് എന്നാണ് ശാസ്ത്രം പറയുന്നത്. അപ്പൊ ഏതെങ്കിലും ഒരു തരത്തിൽ നമ്മൾ ഭാഗവതത്തെ ആശ്രയിച്ചു കഴിഞ്ഞാൽ, കാരണം ഭാഗവതത്തെ ആശ്രയിച്ച പിന്നെ ആ ജീവനെ സംബന്ധിച്ചിട്ട് പാപങ്ങളൊന്നുമില്ല. ഈ ഭാഗവതത്തെ ആശ്രയിക്കാൻ തോന്നണമെങ്കിൽ പൂർവജന്മ സുഹൃതം ഉള്ള ജീവന്മാർക്ക് മാത്രമേ കഴിയുള്ളൂ. ഇപ്പോ എത്രയോ ആളുകള് പല ദിക്കിലും ഇരുന്ന് ഇന്നത്തെ ഈ ടെക്നോളജിയുടെ ആ സഹായം കൊണ്ട് ഇപ്പോ ഭാഗവതം നമ്മള് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന് ഇപ്പൊ ഇന്നത്തെ ആധുനികമായിട്ടുള്ള സാങ്കേതിക വിദ്യയെ ആ നമ്മുടെ ജീവിത ലക്ഷ്യത്തെ സാക്ഷാത്കരിക്കാൻ തക്ക വിധത്തിൽ നമ്മൾ അതിനെ പ്രയോജനപ്പെടുത്തുക എന്ന് വെച്ചാൽ തന്നെ അത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. അപ്പൊ നമുക്ക് ദിക്കിൽ ഇരുന്നു കൊണ്ട് ഇപ്പൊ ഭഗവാന്റെ കാര്യങ്ങളെ കുറിച്ച് സ്മരിക്കാനും ഭഗവാനെ കുറിച്ച് സ്മരിക്കാനും ഒക്കെ കഴിയും. ഇപ്പൊ ഭാഗവതത്തെ ആശ്രയിക്കുക എന്ന് വെച്ചാൽ ഭഗവാനെ തന്നെ ആശ്രയിക്കുക എന്നാണ് അർത്ഥം. കാരണം ഭാഗവതവും ഭഗവാനും രണ്ടല്ല, പ്രത്യക്ഷ കൃഷ്ണ ഏവഹി എന്നാണ്. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പ്രത്യക്ഷ സ്വരൂപമാണ് ശ്രീമദ് ഭാഗവതം. കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന സ്വരൂപമാണ് ശ്രീകൃഷ്ണ സ്വരൂപം. ചെവി കൊണ്ട് കേട്ട് അനുഭവിക്കാൻ കഴിയുന്ന സ്വരൂപമാണ് ഭാഗവത സ്വരൂപം എന്നാണ്. അപ്പൊ ഭാഗവതത്തെ ആശ്രയിച്ചു കഴിഞ്ഞാല് ജീവന്റെ ജന്മജന്മാന്തരങ്ങളിലുള്ള പാപങ്ങളൊക്കെ നശിച്ച് ജീവൻ പരമശുദ്ധനായിട്ട് തീരുന്ന മാത്രമല്ല, ഭാഗവതത്തിലൂടെ ജീവിതത്തിന്റെ ലക്ഷ്യത്തെ സാക്ഷാത്കരിക്കാനും കഴിയും. അത് ശ്രീപരീക്ഷത്തിലൂടെ കാണിച്ചു തന്നിരിക്കുകയാണ് ശ്രീമദ് ഭാഗവതത്തില് ശ്രീ ശുക ബ്രഹ്മഋഷി അല്ലെങ്കിൽ വേദവ്യാസരെ. അപ്പൊ ഇവിടെ നമ്മള് ദശമസ്കന്ധം കഴിഞ്ഞ ദിവസം മൃഗാസുരന്റെ ചരിത്രം ആണ് അനുസ്മരിച്ചത്. 88-ാമത്തെ അധ്യായം. അത് കഴിഞ്ഞ് ഇനി 89-ാമത്തെ അധ്യായമാണ്. ഈ 88-ഉം 89-ഉം അധ്യായങ്ങളില് മനസ്സിനെ പൂർണ്ണമായിട്ട് സത്വഗുണത്തിൽ തന്നെ ഉറപ്പിച്ചു നിർത്തണം എന്ന് കാണിച്ചു തരികയാണ്. സത്വഗുണം കൊണ്ടേ നമുക്ക് ശാന്തിയും സമാധാനവും അനുഭവിക്കാൻ പറ്റുള്ളൂ. ആ രജോ ഗുണവും തമോ ഗുണവും വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് കൂടുതൽ കൂടുതൽ ക്ലേശത്തെയാണ് തരിക. അപ്പോൾ മനസ്സിനെ എപ്പോഴും സത്വഗുണ സമ്പൂർണമാക്കി വെക്കണം. അപ്പൊ അതിനെന്താ വേണ്ടത്? എപ്പോഴും ഭഗവാനെ സ്മരിക്കുക, ഭഗവാന്റെ കഥകൾ കേൾക്കുക, ഭഗവാന്റെ ഭക്തന്മാരെയൊക്കെ ആശ്രയിക്കുക, അതുപോലെ തന്നെ സൽക്കർമ്മങ്ങളൊക്കെ ധാരാളം ചെയ്യുക. ഇതിലൂടെ മനസ്സ്
ആ സത്തായിട്ടുള്ള ഈശ്വരനിൽ തന്നെ നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്നതാണ്. അതാണ് ഏറ്റവും വലിയ സൽക്കർമ്മം. കാരണം സത്തായിട്ടുള്ള ഭഗവാനെ അറിയല് അത് ഏത് മാർഗത്തിലൂടെയാണ് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ എപ്പോഴും സദാ സർവത്ര നമ്മള് ഏത് തരത്തിലുള്ള പ്രവൃത്തികള് നമ്മുടെ പ്രാരബ്ധത്തിനനുസരിച്ചിട്ട് നമുക്ക് ശരീരം കിട്ടിയ ശരീരത്തിനെ കൊണ്ട് പലവിധ വ്യാപാരങ്ങളും നമുക്ക് ഈ ലോകത്തിൽ ചെയ്യേണ്ടതായിട്ട് വരും കർമ്മഫലം അനുസരിച്ചിട്ട്. അതൊക്കെ ചെയ്യുന്ന സമയത്തും മനസ്സ് ഈശ്വര സ്മരണയിൽ തന്നെ ആവണം എന്നാണ്. ഈശ്വരനെ സ്മരിച്ചുകൊണ്ട് നമുക്ക് മറ്റു കർമ്മങ്ങൾ ചെയ്യാൻ പറ്റുമെന്നാണെങ്കിൽ പറ്റും. അപ്പോഴാണ് ആ കർമ്മങ്ങളൊക്കെ ശരിയായിട്ടുള്ള പ്രയോജനത്തെ തരിക. ഈശ്വര സ്മരണ ഇല്ലാതെ കണ്ട് ചെയ്യുന്ന കർമ്മങ്ങളൊന്നും നമുക്ക് യഥാർത്ഥമായിട്ടുള്ള പ്രയോജനത്തെ തരിക എന്ന് മാത്രമല്ല, അത് ചിലപ്പോൾ അപകടത്തിന് സാധ്യതയുണ്ട്. അപ്പൊ ഏത് കർമ്മം നേരെയാവണമെങ്കിലും ഈശ്വര സ്മരണയാണ് അത്യന്താപേക്ഷിതമായിട്ട് വേണ്ടത്. ഇപ്പോ മനുഷ്യജന്മം തന്നെ ഈശ്വര സ്മരണയ്ക്ക് വേണ്ടിയിട്ട് കിട്ടിയതാണ്. ഭഗവത് സ്മരണയിലൂടെ വേണം നമ്മൾ മനസ്സിനെ ശുദ്ധമാക്കിയിട്ട് മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യമാകുന്ന ആത്മാവിനെ സാക്ഷാത്കരിക്കാൻ. അപ്പൊ എപ്പോഴും നിത്യവും ഭഗവത് സ്മരണ നമ്മുടെ മനസ്സിലുണ്ടാകണം. അപ്പൊ മനസ്സ് ഈ ഭഗവത് സ്മരണ കൊണ്ട് പൂർണ്ണമാകുമ്പോ ആ മനസ്സിന്റെ പ്രവർത്തനം അതായത് ഈശ്വരന്റെ പ്രവർത്തനമായിട്ട് തീരും. വാക്ക്, ചിന്ത, പ്രവൃത്തി, അനുഭവം, അറിവ്, ഇങ്ങനെയാണ് മനസ്സിലെ ആ ഓർമ്മ, ചിന്ത, വാക്ക്, പ്രവൃത്തി, അനുഭവം, അറിവ്, ഇങ്ങനെയാണ് മനസ്സ് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഭഗവത് സ്മരണയിലൂടെ മനസ്സിലെ ഓർമ്മകൾ മുഴുവൻ ഈശ്വരനെ കുറിച്ചുള്ളതാക്കി തീർത്താൽ പിന്നെ പ്രവൃത്തിയും അനുഭവവും അറിവും ഒക്കെ ഈശ്വരൻ്റെതായിട്ട് മാറും. അങ്ങനെയാണ് മനുഷ്യജന്മത്തെ നമുക്ക് ധന്യമാക്കാൻ പറ്റുള്ളൂ. അപ്പൊ മനുഷ്യജന്മം ശ്രേഷ്ഠമാക്കി തീർക്കണമെങ്കിൽ ഇപ്പൊ മനുഷ്യജന്മം കൊണ്ട് മാത്രം സാധിക്കുന്നതായിട്ടുള്ള ഭഗവത് സ്മരണ, ഈശ്വര സ്മരണ, ഭഗവാനെ സേവിക്കല്, ആ ഭഗവത് സേവ ഒരിക്കലും നമ്മൾ മുടക്കരുത്. നമ്മുടെ ശരീരത്തിൽ ശ്വാസോച്ഛ്വാസം നമ്മൾ അറിയാണ്ട് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതുപോലെ ആവണം ഭഗവാനെ കുറിച്ചുള്ള സ്മരണയും. അത് നമ്മുടെ ജീവിതത്തിൽ അതായത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന തരത്തിൽ ആക്കി തീർക്കണം. നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ സ്വാഭാവികമായിട്ട് ചെയ്യുന്നുണ്ടല്ലോ, അതിനേക്കാളും പ്രാധാന്യം വേണം ഈശ്വര സ്മരണയ്ക്ക്. അപ്പൊ അങ്ങനെയൊരു നിലയില് നമ്മൾ ഈശ്വര സ്മരണ കൊണ്ട് നമ്മുടെ സർവ ശരീരത്തിലെ സകല സെല്ലിനെയും ഈശ്വര സ്മരണയാൽ നമ്മൾ ഉജ്ജീവിപ്പിക്കുകയാണെങ്കിൽ അതുകൊണ്ട് നമ്മുടെ അതായത് ശരീരത്തിൽ തന്നെ നമ്മൾ അറിയാണ്ട് തന്നെ ആ ഈശ്വരനെ കുറിച്ചുള്ള ഭാവങ്ങള് എപ്പോഴും, അതായത് ആ സ്വാഭാവികമായിട്ട് ശരീരത്തിന്റെ ഒരു പ്രവൃത്തി പോലെ നടന്നുകൊണ്ടിരിക്കും, നമ്മൾ ശ്വാസോച്ഛ്വാസം ചെയ്യുന്നത് പോലെ. അപ്പൊ ആ നിലയില് ജീവൻ എത്തണം എങ്കിൽ ജീവൻ ധന്യധന്യനായിട്ട് തീരണമെന്നാണ്. അത് കഴിഞ്ഞ് ഇനി ആ സത്വഗുണത്തിന്റെ പ്രാധാന്യത്തെ വർണ്ണിക്കാൻ വേണ്ടിയിട്ട് അടുത്തൊരു കഥ പറയുകയാണ്. 89-ാമത്തെ അധ്യായത്തില് ഭൃഗുപരീക്ഷയാണ് ആദ്യം പറയുക. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ സന്താനഗോപാലം. ഈ സന്താനഗോപാലം എന്ന് ഭാഗവതത്തിൽ പറഞ്ഞിട്ടില്ല, ദ്വിജകുമാരന്മാരെ കൊണ്ടുവരുന്നതായിട്ടാണ് പറയുന്നത്. അത് ഭക്തന്മാരുടെ ആ ഭക്തിയുടെ ഭാവത്തിനനുസരിച്ചിട്ടാണ് സന്താനഗോപാലം. പൂന്താനം ആ ഒരു പാട്ട് ഈ സന്താനഗോപാലത്തെ ബേസ് ചെയ്തിട്ട് ഒരു പാനിയുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിന് കൂടുതൽ സന്താനഗോപാലം പ്പെട്ടതാണ്. കുറിച്ചാണ് സരസ്വതി വിതർക്ക സമഭൂത്തേഷാം ദൃഷദിശേഷു കോമഹാൻ പറയണ, അല്ലയോ രാജാവേ, സരസ്വതി നദിയുടെ തീരത്ത് ഋഷിമാരെ ഒരു സത്രം ആരംഭിച്ചു എന്നാണ്. അങ്ങനെ ആ സത്രത്തിൽ എല്ലാവരും ഒരുമിച്ചിരിക്കുമ്പോൾ അവിടെ ഒരു ചോദ്യം ഉണ്ടായി. എന്താ, ഈ ത്രിമൂർത്തികളിൽ ആരാണ് മഹാൻ? അവർക്ക് തമ്മിൽ സത്രത്തിൽ പങ്കെടുക്കുന്ന ഋഷിമാര് തമ്മിൽ തർക്കം. അതറിയണം, അതിനെ തീരുമാനിക്കണം എന്നുള്ള ആ ജിജ്ഞാസ കൊണ്ട് ബ്രഹ്മപുത്രനായിട്ടുള്ള ഭൃഗു മഹർഷിയെ ത്രിമൂർത്തികളിൽ ആർക്കാണ് കൂടുതൽ അതായത് ക്ഷമാശീലം ഉള്ളത് എന്ന് പരിശോധിക്കാനായിട്ട് ഭൃഗു മഹർഷിയെ നിശ്ചയിച്ചു എന്നാണ്.
അതായത് ഈ സത്വഗുണം അധികമുള്ള ദേവന്മാർക്ക് ക്ഷമാശീലം ഉണ്ടാവുള്ളൂ. അപ്പൊ ആ ക്ഷമയാണ് ഏറ്റവും ഈ ആധ്യാത്മികമായിട്ട് ജീവിതം നയിക്കണം എന്ന ആഗ്രഹമുള്ള ആള്, അല്ലെങ്കിൽ ആധ്യാത്മികമായിട്ട് മുന്നേറണം എന്നുള്ള ആള് അടിസ്ഥാനമായിട്ട് ജീവിതത്തിൽ വളർത്തേണ്ടതായിട്ടുള്ള ഒരു ഗുണമാണ് ക്ഷമ. അത് സത്വഗുണം വളർന്നാലേ ആ ക്ഷമ ഉണ്ടാവുള്ളൂ. 24 ഗുരുക്കന്മാരെ കുറിച്ച് പറയുമ്പോൾ ഏകാദശത്തില് ഭൂമിയെ ഒരു ഗുരുനാഥനായിട്ട് പറയുന്നുണ്ട് ആദ്യം തന്നെ. ആ ഭൂമിയിൽ നിന്ന് പഠിച്ച ഗുണമാണ് ക്ഷമ എന്നാണ്. ക്ഷമ, തിദിക്ഷ, ത്യാഗം തുടങ്ങിയിട്ടുള്ള ഗുണങ്ങള്. അതിൽ അടിസ്ഥാനമായിട്ട് വേണ്ടത് ക്ഷമയാണ്. ഈ അശക്തന്മാർക്കും ശക്തന്മാർക്കും ഒരുപോലെ ഭൂഷണമാണ് ക്ഷമ എന്നാണ് പറയുക. അശക്തന്മാർക്ക് ക്ഷമാശീലം നല്ലതാണ്, കാരണം മറ്റുള്ളവരുടെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടാം ക്ഷമയുണ്ടെങ്കിൽ. ശക്തന്മാർക്കും ക്ഷമ നല്ലതാണ്. എങ്ങനെ? ശക്തന്മാർക്ക് ക്ഷമ ഒരു ഭൂഷണമായിട്ടാണ് തീരുക. അപ്പൊ ഈ ക്ഷമ വരണമെങ്കിൽ എന്ത് വേണം? ക്ഷമ എന്ന ഗുണം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണമെങ്കിൽ അടിസ്ഥാനമായിട്ട് സത്വഗുണ സമ്പന്നമായിട്ട് തീരണം മനസ്സ്. സത്വഗുണികൾക്ക് മാത്രമേ ഈ ക്ഷമ ഉണ്ടാവുള്ളൂ എന്നാണ്. അപ്പൊ അത് അറിഞ്ഞു വരാനായിട്ട് ഭൃഗുമഹർഷിയെ പറഞ്ഞയക്കുകയാണ്. ആർക്കാണോ കൂടുതൽ ക്ഷമ അദ്ദേഹമാണ് സർവശ്രേഷ്ഠൻ എന്ന് നിശ്ചയിച്ച ഭൃഗു ആദ്യം തന്നെ ചെല്ലുന്നത് നേരെ തൻ്റെ അച്ഛനായിട്ടുള്ള ബ്രഹ്മദേവന്റെ ലോകത്തേക്കാണ്. അവിടെ ചെന്ന് തസ്മൈ ബ്രഹ്വണം സ്തോത്രം ചക്രേ സത്വപരീക്ഷയ തസ്മൈ ചുക്രോധ ഭഗവാൻ പ്രജ്വലൻ സ്വേന തേജസ. സത്വഗുണം അധികമുള്ള ആൾക്ക് അതായത് കോപം വരില്ല, ക്ഷോഭം ഉണ്ടാവില്ല. അത് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ. ഇപ്പോ ഒരിക്കലും നമുക്ക് ഈ കോപമൊക്കെ വരുമ്പോൾ നമ്മുടെ ശരീരത്തിന് തന്നെ ഒരുപാട് നഷ്ടം സംഭവിക്കുകയാണ്, എനർജിയൊക്കെ നഷ്ടപ്പെടുകയാണ്. ആ ക്രോധം കൊണ്ട് എന്തൊക്കെ അപകടങ്ങളാണ് ലോകത്തിൽ ഉണ്ടാവണമെന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ ക്ഷമിക്കണം, നമ്മള് ഭൂമിയെ പോലെ ക്ഷമാശീലം നമ്മൾ വളർത്തണം എന്നാണ്. ഈ തിദിക്ഷയെ കുറിച്ചൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഏകാദശത്തില് ഈ ഭിക്ഷുഗീതയെ കുറിച്ച് പറയുന്നത്. ആ ഭിക്ഷു എന്തെല്ലാം ദുരിതങ്ങളാണ് സഹിച്ചത്, അദ്ദേഹം ക്ഷമിച്ചില്ലേ അതൊക്കെ. അതുപോലെ നമ്മുടെ ജീവിതത്തിലും വരുന്ന അനുഭവങ്ങളെ എത്ര ദുഷിച്ച അനുഭവങ്ങളാണെങ്കിലും മറ്റുള്ളവരിൽ നിന്ന് ചിലപ്പോൾ നമ്മൾക്കൊന്നും ഉൾക്കൊള്ളാൻ കഴിയാത്തതായിട്ടുള്ള ആ അനുഭവങ്ങളായിരിക്കും നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് വരിക. പക്ഷെ നമ്മൾ അതിനെയൊക്കെ ക്ഷമിക്കണം, എങ്കിലേ നമുക്ക് ആധ്യാത്മികമായിട്ട് മുന്നേറാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ ആ തത്വഗുണം അധികമുള്ള ആൾക്ക് ക്ഷോഭം വരില്ല. അത് പരീക്ഷിക്കാനായിട്ടാണ് ഭൃഗുമഹർഷി ബ്രഹ്മസന്നിധിയിലേക്ക് പോണത്. സാധാരണ അച്ഛനായിട്ടുള്ള ബ്രഹ്മദേവനെ ചെന്ന് കാണുമ്പോൾ ആദ്യം ചെന്ന് നമസ്കരിക്കും, പിന്നെ സ്തുതിക്കും. ഇരിക്കാൻ പറഞ്ഞാലും ഇരിക്കുകയൊന്നുമില്ല, നല്ല വിനീതനാണ് ആയിട്ടാണ്. കാരണം അച്ഛൻ, പിതാവ് അതൊരു സ്ഥാനം, പിന്നെ ഗുരുനാഥന്റെ സ്ഥാനമുണ്ട് അച്ഛന് എന്നാണ്. അപ്പൊ അതുകൊണ്ട് വളരെ ഭവ്യതയോട് കൂടിയിട്ടാണ് ബ്രഹ്മദേവന്റെ മുമ്പിൽ ചെന്ന് നിൽക്കുക. പക്ഷെ ഇപ്പോ പരീക്ഷകനായിട്ട് ചെന്നപ്പോ ഭൃഗുമഹർഷി അവിടെ സ്തുതിക്കുകയോ സ്തോത്രം ചെയ്യുകയോ ഒന്നും ചെയ്തില്ല എന്നാണ്. ഷഡ്ഗുണ പരിപൂർണനായിട്ടുള്ള ബ്രഹ്മാവ് ഇങ്ങനെ വരുന്നതായ അല്ലെങ്കിൽ തൻ്റെ മുമ്പിൽ നിൽക്കുന്നതായിട്ടുള്ള ഭൃഗുവിനെ കാണുകയാണ്. തന്നെ ഒന്ന് ബഹുമാനിക്കുക പോലും ചെയ്യുന്നില്ലല്ലോ. അങ്ങനെ തന്നെ പുത്രൻ ബഹുമാനിക്കുന്നില്ല എന്നൊരു ഭാവം തോന്നിയതോടുകൂടെ പുത്രന് നേരെ ജ്വലിക്കുന്ന തേജസ്സോട് കൂടിയിട്ട് ക്രോധിക്കുകയാണ്. ശരിക്കും അവിടെ ആ ക്രോധം ഉജ്ജ്വലിക്കുക. കാരണം രജോ ഗുണപ്രധാനിയാണ് ബ്രഹ്മാവ്, പെട്ടെന്ന് കോപിക്കുന്നതാണ്. അതാണ് ഈ രജോ ഗുണമുള്ള ആളുകൾ പെട്ടെന്ന് ക്ഷോഭിക്കും. അങ്ങനെ ആ കോപിച്ച് കുറച്ചു കഴിഞ്ഞപ്പോൾ ആത്മന്യുക്ഷിതം മന്യം ആത്മജായ ആത്മനാ പ്രഭു അശീശമദ്വന്യം സ്വയോന്യ വാരിനാത്മഭൂ. പുത്രന്റെ നേരെ മനസ്സിലുണ്ടായിട്ടുള്ള കോപത്തെ പിന്നീട് മനസ്സിലാക്കിയിട്ട് ബ്രഹ്മാവ് ആത്മബുദ്ധി കൊണ്ട് ആ അഗ്നിയിൽ നിന്നുണ്ടായ ജലം കൊണ്ട് അഗ്നിയെ കെടുത്തുന്നത് പോലെ ശമിപ്പിച്ചു എന്നാണ്. കാരണം ആത്മഭാവത്തിലെത്തിയ ആൾക്ക് പിന്നെ കോപിക്കാൻ പാടില്ല. ആത്മാവിനെ സംബന്ധിച്ച് കോപം എന്നുള്ള ഒരു വികാരം ഇല്ലാത്തതാണ്. അപ്പൊ പിന്നെ കോപം ആ ആത്മാവിൽ ഉണ്ടാവില്ലല്ലോ. അപ്പൊ കുറച്ചു നേരം ഈ ആത്മഭാവത്തെ മറന്ന്
ശരീരഭാവന വന്നതോടുകൂടെ, അതായത് ആ സത്വഗുണത്തെ വിട്ട് രജോ ഗുണത്തെ അവലംബിച്ചതോടു കൂടിയിട്ട് ബ്രഹ്മദേവൻ കോപാവിഷ്ടനായിട്ട് തീരുകയാണ്. അത് കഴിഞ്ഞപ്പോഴാണ് പതുക്കെ സത്വഗുണം വളർന്നത്. അപ്പോഴാണ് ചെയ്തത് തെറ്റാണ് എന്ന് തോന്നിയിട്ട് അദ്ദേഹം തന്നെ ആ കോപത്തെ ഉള്ളിൽ അങ്ങനെ പതുക്കെ ഒതുക്കി അടക്കി ശമിപ്പിച്ചു എന്നാണ്. അദ്ദേഹം ആയതുകൊണ്ട് അത് ശമിപ്പിക്കാൻ കഴിഞ്ഞു. നമ്മളാണെച്ചാൽ പിന്നെ കോപിച്ചത് തന്നെ. അതിനുശേഷം പിന്നെ ഒരുപാട് അനർത്ഥങ്ങളാണ് പിന്നെ ജീവിതത്തിൽ ഉണ്ടാവുക. അപ്പൊ ഇവിടെ ഭൃഗു മഹർഷിയോട് ഋഷി ബ്രഹ്മദേവനോട് പറഞ്ഞു, ഞാൻ പരീക്ഷകനായിട്ട് വന്നതാണ്, അങ്ങേക്ക് ക്ഷമാശീലം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇപ്പൊ അങ്ങ് കോപിക്കുന്ന മനസ്സിലായി എന്നും പറഞ്ഞ് അവിടെ നിന്ന് അങ്ങ് നേരെ ചെല്ലണത് ഇനി കൈലാസത്തിലേക്കാണ് എന്നാണ്. കൈലാസത്തില് ഭൃഗു മഹർഷി ശരിക്കും ശങ്കര ഭഗവാന്റെ സഹോദരന്റെ സ്ഥാനത്തുള്ള ആളാണ്. അതായത് ബ്രഹ്മദേവന്റെ ഭൃഗുടിയിൽ നിന്നാണ് പരമേശ്വരൻ ഉണ്ടാകുന്നത്. ബ്രഹ്മദേവന്റെ ത്വക്കിൽ നിന്നാണ് ഭൃഗു ഉണ്ടാവുന്നത്. ഇതൊക്കെ ആ സൃഷ്ടിയെ വർണ്ണിക്കുമ്പോ പറയുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോ ശങ്കര ഭഗവാനും ഭൃഗു മഹർഷിയും ജ്യേഷ്ഠാനുജന്മാരായിട്ടാണ് കണക്കാക്കുക. അപ്പോ ഭൃഗു മഹർഷി കൈലാസത്തിലേക്ക് കയറി വരുന്ന കണ്ടപ്പോൾ ശങ്കര ഭഗവാന് വളരെ സന്തോഷം തോന്നി. അദ്ദേഹം അവിടെ നിന്ന് ചാടി എഴുന്നേറ്റ് ഓടി വന്ന് വരൂ ഉണ്ണി, എത്ര കാലമായി കണ്ടിട്ട് എന്ന് പറഞ്ഞ സ്നേഹ പാരവശ്യം കൊണ്ട് ആ എഴുന്നേറ്റ് സന്തോഷത്തോടു കൂടി ആലിംഗനം ചെയ്യാനായിട്ട് അടുത്തേക്ക് ചെല്ലുകയാണ്. അതോടുകൂടെ അടുത്തേക്ക് ശങ്കര ഭഗവാൻ വന്നതോടുകൂടെ ഭൃഗു മഹർഷിയുടെ ഭാവമൊക്കെ മാറി. എന്താ അദ്ദേഹം നൈത്യത്വമസ്വൽ പതക ഇത് ദേവച്ചുകോപ ശൂലമുദ്യമ്യതം കന്തും ആരേപേ ദിഗ്മലോചന. ഇപ്പോ ഭൃഗു മഹർഷി വരുന്ന കണ്ടപ്പോ, പരമേശ്വരൻ വരുന്ന കണ്ടപ്പോ ഭൃഗു മഹർഷി എന്താ ചെയ്തത്? തൊട്ടുപോകരുത്, വൃത്തികെട്ടവൻ മാറി നിൽക്കുന്നതാണ്. അതായത് വഴിയൊക്കെ തെറ്റി നടക്കുന്നവനാ, ശ്മശാനത്തിലാണ് വസിക്കുന്നത്, അസ്ഥിമാല ധരിക്കണം, ചുടലഭസ്മം ധരിക്കണം തുടങ്ങി സജ്ജന സമ്പ്രദായമൊക്കെ തെറ്റി നടക്കുന്നവനാണ്. നീ എന്നെ ആലിംഗനം ചെയ്യണ്ട, വേദത്തില് അതായത് വിധിച്ച ധർമ്മങ്ങളൊന്നും ശരിക്ക് പാലിക്കാത്ത ആളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഭൃഗു മഹർഷി പരമേശ്വരന് നേരെ അങ്ങനെയൊക്കെ പറയുകയാണ്, വിരോധിച്ചു എന്നാണ്. ഇങ്ങനെ ഭൃഗു മഹർഷി തന്റെ നേരെ വിരോധിക്കുന്നത് കണ്ടപ്പോ ശങ്കര ഭഗവാന് ക്രോധം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. എന്താ വേദത്തിലെ ധർമാധർമ്മങ്ങളെ മാനിക്കാതെ ജീവിക്കുന്നവനല്ലേ എന്നെ തുടരുത് എന്നാണ് ഭൃഗു മഹർഷി പറഞ്ഞത്. ക്രുദ്ധനായിട്ടുള്ള പരമേശ്വരൻ ഇനി എന്താ ചെയ്തത്? വേഗം ഭൃഗു മഹർഷിയെ കൊല്ലാനായിട്ട് തന്റെ ശൂലം എടുത്ത് അങ്ങ് ഓങ്ങി എന്നാണ്. ഉടനെ പാർവതി ദേവി ശങ്കര ഭഗവാന്റെ കാക്കിൽ വീണ് നമസ്കരിച്ച് കോപത്തെ ശമിപ്പിച്ചു. അരുതരുത്, ഭൃഗുവിനെ പോലുള്ള ബ്രാഹ്മണരെ കൊന്നു കഴിഞ്ഞാൽ ബ്രഹ്മഹത്യാ പാപം ഉണ്ടാവും, അതുകൊണ്ട് നമ്മുടെ ആധാർമിക ജീവിതം തന്നെ തകരാറിലായിത്തീരും. അങ്ങക്ക് ക്ഷമയുണ്ടോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ആ ഭൃഗു മഹർഷി. അദ്ദേഹം തിരിച്ചു അവിടുന്ന് പോയി എന്നാണ്. അപ്പോഴാണ് ശങ്കര ഭഗവാനും കാര്യം മനസ്സിലായത്. അതാണ് പെട്ടെന്ന് അവിടെയും ശങ്കര ഭഗവാനും തമോ ഗുണത്തിനും രജോ ഗുണത്തിനും അധികാരിയായിട്ട് തീരുകയാണ്. അതോട് കൂടിയിട്ടാണ് ഇപ്പൊ കോപം വന്നത്. അതാണ് കുറച്ചു നേരത്തേക്ക് ഈ ഗുണങ്ങളുടെ ഏറ്റക്കുറച്ചില് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. ഈ പ്രപഞ്ചത്തിൽ ഈ 3 ഗുണങ്ങൾ എപ്പോഴും ഉണ്ടാവും. അപ്പൊ ഈ പ്രപഞ്ചത്തിൽ പ്രകൃതിയിൽപ്പെട്ടതാണല്ലോ, അതിൽ നിന്നുണ്ടായതാണല്ലോ ഈ ശരീരം. അതിലും ഈ 3 ഗുണങ്ങൾ എപ്പോഴും ഏറിയും കുറഞ്ഞും കൊണ്ടിരിക്കും. ആ ഏകാദശത്തിലെ ഗുണവൃത്തികളെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ 3 ഗുണങ്ങൾ എപ്പോഴും ഏറിയും കുറഞ്ഞിരിക്കുന്ന സാഹചര്യത്തില് നമുക്ക് ഉപദ്രവം ഇല്ലാത്ത ഗുണത്തെ നമ്മൾ വളർത്തണം, നമ്മളെ നന്നാക്കുന്ന ഗുണത്തെ നമ്മൾ വളർത്തണം. അതാണ് സത്വഗുണം, അതിനെ വളർത്തുകയാണ് വേണ്ടത് എന്നാണ്. അങ്ങനെ ഇപ്പോ പരമേശ്വരൻ പതുക്കെ ശാന്തനായി എന്നാണ്. പിന്നെ ഭൃഗു മഹർഷി ചെന്നത് ശരിക്ക് വൈകുണ്ഠത്തിലേക്കാണ് എന്നാണ്. തതോ ജഗാമ വൈകുണ്ഠം എത്ര ദേവോ ജനാർദ്ദന. ആ വൈകുണ്ഠത്തിലേക്ക്, ആ സാക്ഷാ വിഷ്ണു ഭഗവാന്റെ വാസസ്ഥാനമായിട്ടുള്ള വൈകുണ്ഠത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇപ്പൊ വിഷ്ണു ഭഗവാനാണ് വെച്ചാല് ലക്ഷ്മി ദേവിയുടെ മടിയിൽ തലയും വെച്ച് കിടന്നുറങ്ങുകയാണ്. ശയാനം ശ്രീയ ഉത്സംഗേ. അങ്ങനെ ആ കിടന്നുറങ്ങുന്നത് കണ്ടപ്പോഴ് ഭൃഗു മഹർഷി വിചാരിക്കുകയാണ് ലോകം മുഴുവൻ നോക്കി നടത്തേണ്ടതായിട്ടുള്ള ആളാണ്. ഇപ്പൊ ഭാര്യയുടെ മടിയിൽ തലയും വെച്ച് കിടന്നുറങ്ങുകയാണ്.
വാസ്തവത്തിൽ ഗൃഹസ്ഥന്മാർ അങ്ങനെ കിടന്ന് ഉറങ്ങാനൊന്നും പാടില്ല. എപ്പോഴും ധാർമ്മിക ബുദ്ധിയോട് കൂടിയിട്ട് ധർമ്മം അനുഷ്ഠിച്ചുകൊണ്ടേയിരിക്കണം. പ്രത്യേകിച്ച് ഒരു മഹാത്മാവ് വീട്ടിലേക്ക് കയറി വരുമ്പോ ധാർമ്മികനായിട്ടുള്ളൊരു വ്യക്തി ശരിക്കും അദ്ദേഹത്തെ വേണ്ടതുപോലെ ആദരിക്കുക, പൂജിക്കുകയൊക്കെ ചെയ്യേണ്ടതാണ്. ഇവിടെ ശരിക്ക് ഭഗവാൻ അതൊന്നും ചെയ്യണില്ല. ശരിക്കും ഭാര്യയുടെ മടിയിൽ തലയും വെച്ചില്ല രസനായിട്ട് കിടന്നുറങ്ങുകയാണ്. അപ്പൊ ഉറക്കം ഇപ്പൊ ശരിയാക്കി തരാം എന്നുള്ള ഭാവത്തില് എന്താ ചെയ്തത്? ഭൃഗു മഹർഷി ഭഗവാന്റെ മാറിടത്തിൽ ഒരൊറ്റ ചവിട്ടിയിട്ട് അപ്പുറത്തേക്ക് കിടന്നു എന്നാണ്. ആ സമയത്ത് ഭഗവാൻ ഉത്തായ ഭഗവാൻ സഹലക്ഷ്മിയാ സദാംഗതി, സത്തുക്കളുടെ മുഴുവൻ പ്രാപ്യസ്ഥാനമായിട്ടിരിക്കുന്ന ഭഗവാൻ ശ്രീനാരായണൻ ലക്ഷ്മി ദേവിയോടുകൂടെ ചാടി എഴുന്നേറ്റു എന്നാണ്. വേഗം തന്റെ തൽപ്പത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങിയിട്ട് ആ ഭൃഗുമഹർഷിയുടെ കാക്കല് വീണ് ശിരസ് മുട്ടിച്ച് നമസ്കരിച്ചു ലക്ഷ്മി ദേവിയോട് കൂടിയിട്ട്. എന്നിട്ടാണ് സ്വാഗതം പറയുന്നത്. ദാ ഈ സിംഹാസനത്തിൽ ഇരിക്കൂ, കുറച്ചു നേരം അങ്ങയെ ഞാൻ വേണ്ടതുപോലെ പൂജിക്കട്ടെ. അങ്ങയുടെ വരവിനെ കുറിച്ച് ഞാൻ അറിഞ്ഞില്ല. അങ്ങ് വന്നതറിയാണ്ട് അങ്ങയെപ്പോലുള്ള ആ മഹാത്മാക്കൾ വരുന്ന സമയത്ത് ഗൃഹസ്ഥന്മാരായിട്ടുള്ള ഞങ്ങള് ഇങ്ങനെ കിടന്നുറങ്ങാൻ പാടില്ല. അത് വലിയൊരു തെറ്റാണ്, ധർമ്മച്യുതിയാണ് ചെയ്തത്. ആ തെറ്റ് സത്യം ക്ഷമിക്കണം. ഇപ്പോ എന്റെ ആ മാറിടത്തിൽ അങ്ങ് ചവിട്ടി എന്നാണ്. അത് അങ്ങയുടെ ചവിട്ടിയിട്ടുള്ളതായിട്ടുള്ള അങ്ങയുടെ കാലുണ്ടല്ലോ, അതീവ കോമളോ താതാ ചരണൗദേ മഹാമുനെ ഇത്യുക്താ വിപ്രചരണോ മർദ്ധയൻ സ്വേനതേ പാണിന. എന്താ പറഞ്ഞത്? ഈ ചവിട്ടിയ അങ്ങയുടെ കാലുണ്ടല്ലോ അത് താമരപ്പൂവിന്റെ ഇതളിനെ പോലെ മൃദുലമാണ്. പക്ഷെ ചവിട്ട് കൊണ്ടതായിട്ടുള്ള ഈ മാറിടുണ്ടല്ലോ അത് കുറച്ച് കനം കൂടിയതാ. കോടിക്കണക്കിന് ബ്രഹ്മാണ്ടങ്ങളാണ് ഇതിനകത്തുള്ളത്. അതുകൊണ്ട് കുറച്ച് അതായത് ഊക്ക് കൂടും ഈ മാറിടത്തിന്. അപ്പൊ അതുകൊണ്ട് എന്തായാലും താമരപ്പൂവിന്റെ ദളം പോലുള്ള ആ മൃദുലമായിട്ടുള്ള പാദങ്ങള് ഈ നെഞ്ചത്ത് കൊണ്ടിട്ട് ആ പാദങ്ങൾക്ക് വേദന എടുക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വേദന എടുത്തിട്ടുണ്ടെങ്കിൽ ഞാനൊന്ന് ഒഴിഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ അവിടെ ഇരുന്ന് ഭൃഗുമഹർഷിയുടെ കാല് തന്റെ മടിയിലെടുത്ത് വെച്ചിട്ട് ആ കാല് ഒഴിഞ്ഞു കൊടുത്തു എന്നാണ്. പുനീഹി സകലോകം മാം ലോകപാലാക്ഷമദ്ഗതാൻ പാദോദകേന ഭവത തീർത്ഥാനാം തീർത്ഥകാരിണാം. കല്ലിയോ മൃഗമഹർഷിയെ ഗംഗാദികളായിട്ടുള്ള സർവ്വതീർത്ഥങ്ങൾക്കും പരിശുദ്ധി കൊടുക്കുന്ന അങ്ങയുടെ ഈ പാദോദകം അതുകൊണ്ട് എന്നെയും എന്നിലിരിക്കുന്ന സകല ലോകങ്ങളെയും ലോകപാലകന്മാരെയും പരിശുദ്ധമാക്കി തീർക്കണേ എന്നാണ് ഭഗവാൻ പ്രാർത്ഥിക്കുന്നത്. അപ്പൊ മഹാത്മാക്കളുടെ പാദതീർത്ഥ അല്ലെങ്കിൽ പാദസ്പർശം കൊണ്ട് അവര് എല്ലാവരെയും പരിശുദ്ധീകരിക്കുന്നവരാണ് അല്ലെ. ലോകത്തെ അവര് ദർശനം കൊണ്ട് തന്നെ പരിശുദ്ധീകരിക്കും. അപ്പൊ പിന്നെ ആ പാദസ്പർശം കൊണ്ട് പരിശുദ്ധീകരിക്കപ്പെടും എന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. ഇപ്പൊ ഭഗവാനാണ് പറയുന്നത്, ലോകത്തെ മുഴുവൻ ശുദ്ധീകരിക്കുന്ന കീർത്തിയോട് കൂടിയിട്ടുള്ള ഭഗവാനാണ് പറയുന്നത്, അവിടുന്ന് ചവിട്ടിയിട്ട് ഈ നെഞ്ചപ്പൊന്ന് ശുദ്ധമാക്കി തരണം. ഇതിന്റെ ഉള്ളിലുള്ള കോടിക്കണക്കിന് ബ്രഹ്മാണ്ടങ്ങള് അതിനെയൊക്കെ ശുദ്ധീകരിക്കണം, അതിനെയൊക്കെ പരിശുദ്ധീകരിക്കൂ അങ്ങയുടെ പാദസ്പർശം കൊണ്ട്. ആ പാദത്തിന് അങ്ങനെയുള്ള കഴിവുകളൊക്കെ ഉണ്ട് എന്നാണ് ആ ഭഗവാൻ ഭൃഗുമഹർഷിയെ വാഴ്ത്തുന്നത് എന്നാണ്. എന്നിട്ട് എന്താ പിന്നെ പറഞ്ഞത്? അദ്യാഹം ഭഗവൻ ലക്ഷ്മിയ ആസമേകാന്ത ഭാജനം. ഇവിടെ പറയാണ്, അല്ലയോ ഭഗവാനെ, ഞാൻ ഇപ്പോ അല്ലയോ ഭൃഗുമഹർഷേ, ഇപ്പൊ ലക്ഷ്മി എന്റെ മാറിടം ശുദ്ധമായിട്ട് തീർന്നു. ഇപ്പോ ലക്ഷ്മി ദേവി എന്നെ വല്ലാതെ അതായത് ഭജിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പൊ അങ്ങയുടെ പാദസ്പർശം കൊണ്ട് എന്റെ പാപങ്ങളൊക്കെ ഹനിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ആ ലക്ഷ്മി എന്റെ മാറിടത്തിൽ നിത്യവും വസിക്കുമാറായി തീരണം എന്നാണ്. അപ്പൊ ഭൃഗുമഹർഷി അന്ന് ആ ചവിട്ടിയത് കൊണ്ടാണ് ലക്ഷ്മി ദേവി ഭഗവാന്റെ മാറിടത്തിൽ നിന്ന് ഒരിക്കലും പിരിയാതെ സ്ഥിതി ചെയ്യുന്നത് എന്നാണ്. പിന്നെ പറഞ്ഞു, അങ്ങയുടെ ഈ പാദചിഹ്നം ഞാനൊരു അലങ്കാരമായിട്ട് എന്നെന്നും എന്റെ മാറിടത്തിൽ ധരിക്കും എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ ആ ഭൃഗുമഹർഷി ചവിട്ടിയ ചവിട്ടിനെ തന്റെ മാറിടത്തിൽ തന്നെ വെച്ചു, ആ അടയാളമായിട്ട് എപ്പോഴും. അതാണ് ഭഗവാന്റെ മാറിടത്തിലുള്ള ശ്രീവത്സം എന്ന മറുക് എന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ പെണ്ണും ജാത്തവും ഒക്കെ കഴിയുമ്പോ ഒരു ശ്രീവത്സദാനം പറഞ്ഞ ഒരു അട ദാനമായിട്ട് കൊടുക്കും അല്ലേ. ഈ അടയുടെ സ്വരൂപം ഈ കാലിന്റെ ആ മുന്നിലെ ഭാഗം പോലെയാ. നോക്കിയിട്ടുണ്ടോ നിങ്ങള്? ഈ അടദാനം കൊടുക്കുന്നതിന്റെ പ്രത്യേക ഭാവം അതാണ്. ഈ ശ്രീവത്സദാനം ഇതെന്നും പറഞ്ഞിട്ടാണ് ചെയ്യുക. അത് ഈ ഒരു ഭാവത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ അട ഈ കാലിന്റെ ആ മുൻപിലെ ഭാവം ഉണ്ടല്ലോ,
ആ ഒരു ഇവിടെ ശ്രീവത്സദാനമായിട്ട് കൊടുക്കുന്നത് അതാണെന്ന് കാണിച്ചു തരികയാണ്. അങ്ങനെ ഇപ്പോ ലക്ഷ്മി ദേവി എന്റെ മാർഗത്തിൽ നിത്യം വസിക്കുമാറായിട്ട് തീരും എന്നും പറഞ്ഞിട്ടാണ് ഭഗവാൻ ആ ഭൃഗു മഹർഷിയെ നമസ്കരിക്കുന്നത്. ഇത് കേട്ടതോടുകൂടെ ഏവം ബ്രുവാണേ വൈകുണ്ഠേ ഭൃഗുത്തൻ മന്ത്രയാ ഗിര നിർവിധ തർപ്പിതൂഷ്ണീം ഭക്തിൽ കണ്ടോ അശ്രുലോചന. വൈകുണ്ഠനാഥനായിട്ടുള്ള ഭഗവാൻ ഇങ്ങനെ പറയണത് കേട്ടപ്പോ ഭൃഗുമഹർഷി ഭക്തി കൊണ്ട് ശരിക്കും നിർവൃതനായി താൻ വന്ന കാര്യം സാധിച്ചത് കൊണ്ട് കൃതാർത്ഥനായിട്ട് തീർന്നു. ഭക്തിഭാവം കൊണ്ട് അദ്ദേഹത്തിന്റെ തൊണ്ടയിടറി കണ്ണിൽ നിന്ന് കണ്ണുനീര് ധാരധാരിയായിട്ട് ഒഴുകാൻ തുടങ്ങി. ശരീരത്തിൽ രോമാഞ്ചം ഉണ്ടായി. ഒന്നും മിണ്ടാൻ കഴിവില്ലാതായിട്ടുള്ള ഭൃഗു യാത്ര പോലും പറയാണ്ട് അവിടുന്ന് സരസ്വതി തീരത്തിലെത്തി എന്നാണ്. വേദഘോഷങ്ങള് ഘോഷിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള യജ്ഞശാലയിലേക്ക് കയറിയിട്ട് ഭൃഗു മഹർഷി ആ തനിക്ക് ത്രിമൂർത്തികളിൽ നിന്ന് 3 പേരിൽ നിന്ന് ഉണ്ടായിട്ടുള്ള അനുഭവം അവിടെ വർണ്ണിച്ച് കേൾപ്പിക്കുകയാണ്. അത് കേട്ടിട്ട് ഋഷിമാര് അവര് തന്നിശമ്യാതമുനയോ വിസ്മിതോ മുക്ത സംശയാഹ ഭൂയാസം ശ്രദ്ധദുർവിഷ്ണം യഥ ശാന്തിരതോ ഭയം എന്നാണ്. ആ മുനിമാരൊക്കെ ആശ്ചര്യപ്പെട്ടു അത് കേട്ടിട്ട് എന്നാണ്. ആ വിഷ്ണുവാണ് ത്രിമൂർത്തികളിൽ ശ്രേഷ്ഠൻ എന്ന് തീരുമാനിക്കുകയും ചെയ്തു എന്നാണ്. ശമമാകുന്ന ഗുണം വിഷ്ണുവിലാണ് ഉള്ളത്. അപ്പോ വിഷ്ണു ഭഗവാനെ ആശ്രയിച്ചാലേ, ശമം എന്ന ഗുണമുള്ള വിഷ്ണു ഭഗവാനെ ആശ്രയിച്ചാൽ മാത്രമേ നമുക്കൊക്കെ ഭയനിവൃത്തി ഉണ്ടാകുള്ളൂ. ധർമ്മം, ജ്ഞാനം, വൈരാഗ്യം ഇവയുടെയൊക്കെ ഉറവിടമാണ് സത്വഗുണം എന്നാണ്. ധർമ്മ സാക്ഷാൽ യഥോ ജ്ഞാനം വൈരാഗ്യം ച തദന്വിതം ഐശ്വര്യം ചാഷ്ടത യസ്മാൽ യശാത്മമലാഭം. അതായത് ആ ധർമ്മം, ജ്ഞാനം, വൈരാഗ്യം എന്നിവയുടെ ഉറവിടമാണ് ശരിക്കും സത്വഗുണം. സത്വഗുണ സമ്പന്നനാണ് വിഷ്ണു ഭഗവാൻ. അണിമ, മഹിമ തുടങ്ങിയിട്ടുള്ള അഷ്ടൈശ്വര്യങ്ങളും വിഷ്ണു ഭഗവാനില് പൂർണ്ണമായിട്ടുണ്ട്. കേൾക്കുന്നവരുടെ അതായത് പാപത്തെ മുഴുവൻ നശിപ്പിക്കുന്ന, അന്ധകരണത്തിന്റെ മാലിന്യത്തെ മുഴുവൻ നശിപ്പിക്കുന്ന കീർത്തിയും ആ ഭഗവാനിലാണ്. അപ്പൊ ആ വിഷ്ണു ഭഗവാൻ തന്നെയാണ് ശ്രേഷ്ഠൻ എന്ന് മഹർഷിമാര് തീരുമാനിച്ചു എന്നാണ്. എന്താ ആ വിഷ്ണു ഭഗവാന്റെ പ്രത്യേകത? മുനീനാം നെസ്തദണ്ഡാനാം ശാന്താനാം സമചേതസാം അകിഞ്ചനാനാം സാധൂനാം യമാഹു പരമാം ഗതിം. ആ പരദ്രോഹം തീരെ ഉപേക്ഷിച്ചവരും ശാന്തന്മാരും, ആ സർവകർമ്മ പരിത്യാഗികളും ശാന്തന്മാരും സമദർശികളും യാതൊന്നും ആഗ്രഹിക്കാത്തവരുമായിട്ടുള്ള സജ്ജനങ്ങളുടെ പരമഗതിയായിട്ടിരിക്കുന്നത് ഈ ഭഗവാനാണ്. ഭഗവാന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗുണം സത്വഗുണമാണ്. ബ്രാഹ്മണര് ആ സത്വഗുണ സമ്പന്നരായതുകൊണ്ടാണ് അവിടത്തേക്ക് ബ്രാഹ്മണര് പ്രിയപ്പെട്ടവരായിട്ട് തീർന്നത്. അതായത് ബ്രാഹ്മണൻ ഭഗവാന് പ്രിയപ്പെട്ട ദേവന്മാരാണ്. എപ്പോഴും പറയും ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്രന്മാരെ വർണ്ണാശ്രമധർമ്മങ്ങളെ കുറിച്ച് പറയുന്ന സമയത്ത് ആ ഗുണത്തിന് അടിസ്ഥാനം അനുസരിച്ചിട്ടാണ് വർണ്ണധർമ്മങ്ങളും ആ ആശ്രമധർമ്മങ്ങളൊക്കെ വിരിച്ചിരിക്കുന്നത് എന്നാണ്. അതായത് സത്വഗുണ സമ്പന്നനായിട്ടുള്ള ആളുകളെയൊക്കെ ബ്രാഹ്മണര് എന്ന് പറയാം. രജോ ഗുണപ്രധാനികളെ ക്ഷത്രിയന്മാരായിട്ടും, രജോ ഗുണവും തമോ ഗുണവും ചേർന്നുള്ള ആളുകള് വൈശ്യന്മാരായിട്ടും, അതുപോലെ തമോ ഗുണം മാത്രമുള്ളവരെ ശൂദ്രന്മാരായിട്ടുമാണ് ശാസ്ത്രത്തിൽ പറയുക. അതാണ് ഈ വർണ്ണവിഭാഗത്തിന്റെ അടിസ്ഥാനം. ഗുണങ്ങളാണ് എന്നാണ് പറയുക. ഗുണത്തിനനുസരിച്ചിട്ടാണ് വർണ്ണം കണക്കാക്കുക. അപ്പൊ ഇവിടെ സത്വഗുണ സമ്പന്നന്മാരായിട്ടുള്ള ബ്രാഹ്മണര് ഭഗവാൻ ദേവന്മാരെ പോലെ ബഹുമാനിക്കുന്നു. ദേവന്മാരെ പോലെ ഭഗവാൻ അവരെ ബഹുമാനിക്കുന്നതാണ്. അപ്പൊ ഇവിടെ ആ വിഷ്ണുവിനെ തന്നെയാണ് ശരിക്കും ഭജിക്കേണ്ടത്. ആ നിഷ്കാമന്മാരും ശാന്തന്മാരും ബുദ്ധിമാന്മാരുമായിട്ടുള്ള സജ്ജനങ്ങള് ഭജിക്കുന്നതും വിഷ്ണു ഭഗവാനെയാണ് എന്നാണ്. അതുകൊണ്ട് ആ വിഷ്ണു ഭഗവാനാണ് ശ്രേഷ്ഠൻ. നോക്കൂ, ഈ 3 ഗുണങ്ങള് അതൊക്കെ ആ ഭഗവാന്റെ തന്നെ മായ കൊണ്ടുണ്ടാവുന്നതാണ്. അതായത് തമോ ഗുണത്തിൽ നിന്നുണ്ടായ ആ രാക്ഷസന്മാരും, രജോ ഗുണത്തിൽ നിന്നുണ്ടായിട്ടുള്ള അസുരന്മാര്, സത്വഗുണത്തിൽ നിന്നുണ്ടായിട്ടുള്ള ദേവന്മാര്, ഈ 3 വർഗത്തിൽപ്പെട്ടവരൊക്കെ മായയാൽ സൃഷ്ടിക്കപ്പെട്ടവരും ഭഗവാന്റെ തന്നെ ആ രൂപഭേദങ്ങളുമാണ്. സത്വഗുണം കൊണ്ട് മാത്രമേ ജ്ഞാനം ഉണ്ടായിട്ട് മുക്തനാവാൻ കഴിയുള്ളൂ. അതുകൊണ്ട് സത്വഗുണത്തിനാണ് പ്രാധാന്യം കൂടുതൽ നമ്മൾ കൊടുക്കേണ്ടത്. സത്വഗുണത്തിലൂടെ പ്രകടമായിട്ട് തീരുന്ന പരമാത്മാവാണ് വിഷ്ണു ഭഗവാൻ.
അതുകൊണ്ട് വിഷ്ണു ഭഗവാനെ ഭജിച്ചാലേ സത്വഗുണം വളർന്ന് ജ്ഞാനികളായിട്ട് മുക്തന്മാരാവാൻ കഴിയൂ. ഇങ്ങനെ നിശ്ചയിച്ചിട്ട് ഋഷിമാര് വിഷ്ണു ഭഗവാന്റെ പാദസേവയിലൂടെ സാത്വികന്മാരായിട്ട് തീർന്ന് ജ്ഞാനികളായിട്ട് മുക്തന്മാരായിട്ട് തീരുകയും ചെയ്തു എന്നാണ്. ഇതാണ് ആ ഭൃഗുപരീക്ഷ എന്ന ഇതിഹാസത്തെ പറയുന്നത്. ഈ ഇതിഹാസത്തെ ശ്രദ്ധയോടുകൂടി കേൾക്കുന്ന ആള് സംസാര പരിഭ്രമണമാകുന്ന ക്ലേശത്തിൽ നിന്ന് ശാശ്വതമായിട്ട് മുക്തിയെ പ്രാപിക്കും എന്ന് പറഞ്ഞിട്ടാണ് ഇത്യേതൻ മുനിതനയാസ്യ പത്മഗന്ധ പീയൂഷം ഭവഭയഭിൽ പരസ്യ പുംസപ്സു ശ്ലോകം ശ്രവണപുടേ വിപത്യഭീക്ഷണം പാന്തോദ ഭ്രമണ പരിശ്രമം ജഹാതി. ആ സരസ്വതി, അതായത് ഭഗവാന്റെ ശ്ലാഘനീയമായിട്ടുള്ള സംസാരഭീതിയെ നശിപ്പിക്കുന്ന ഈ വ്യാസപുത്രനായിട്ടുള്ള ശുഗന്റെ മുഖപത്മത്തിൽ നിന്ന് പുറപ്പെട്ട അമൃതതുല്യമായിട്ടുള്ള ഈ ചരിതത്തെ ആരാണോ ചെവികളാകുന്ന കുളന്നകളിലൂടെ കുടിക്കുന്നത്, അവൻ വഴിയാത്രക്കാരന് വഴി നടന്നുണ്ടായിട്ടുള്ള ക്ഷീണത്തെ പോലെ ജീവഭാവം ഉപേക്ഷിച്ച്, നമ്മൾ ധാരാളം യാത്ര ചെയ്തു വന്ന് എവിടെയെങ്കിലും ഒരിടത്ത് ഇരുന്നാൽ നമുക്ക് ആ ക്ഷീണം പതുക്കെ ഇല്ലാണ്ടാവും നമ്മളിൽ നിന്ന്, അല്ലേ? ഇതുപോലെ ക്ഷീണം അകറ്റുന്നത് പോലെ ജീവഭാവത്തെ ഉപേക്ഷിച്ച് മുക്തനായിട്ട് തീരും എന്ന് പറഞ്ഞിട്ടാണ് ആ ചരിത്രത്തെ അവസാനിപ്പിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇനി വിഷ്ണു ഭഗവാന്റെ മഹിമയെ പ്രകാശിപ്പിക്കുന്ന മറ്റൊരു ചരിത്രം പറയാം എന്ന് പറഞ്ഞിട്ടാണ് ഈ സന്താന ഗോപാലത്തിലേക്ക് കടക്കുന്നത് എന്നാണ്. ഏകദാദ്വാരവത്യാന്തോ വിപ്രപത്നിയ കുമാരക ജാതമാത്രോ ഭുവൻ കൃഷ്വ മമാരഖില ഭാരത. പറയുന്ന ഒരിക്കൽ ദ്വാരകയിൽ ഉണ്ടായിരുന്ന ഒരു ബ്രാഹ്മണൻ ഭാര്യ പ്രസവിച്ച ആ കുട്ടി മരിക്കുക. ബ്രാഹ്മണന്റെ ജനിച്ച ഉടനെ മരിച്ചു പോവുകയാണ്. മകൻ മരിച്ച ദുഃഖം അദ്ദേഹത്തിന് താങ്ങാൻ കഴിഞ്ഞില്ല എന്നാണ്. വിപ്രോ ഗൃഹീത്വ അമൃതകം രാജധ്യാധിപതായസ ഇതം പ്രോവാച വിലപന്നാതുരോ ദീനമാനസ. ഇപ്പോ ബ്രാഹ്മണന്റെ കുട്ടി ജനിച്ച ഉടനെ തന്നെ മരിച്ചു. ബാലമരണം സംഭവിക്കുന്നത് അധർമ്മം കൊണ്ടാണ് എന്നാണ്. താനാണെച്ച ഈ ബ്രാഹ്മണനാണെച്ച ഒരധർമ്മവും ചെയ്യാത്ത ആളാണ്, പരമധാർമ്മികനാണ്. അപ്പൊ അദ്ദേഹം നിശ്ചയിച്ചത് എന്താ? രാജാവിന്റെ അധർമ്മം കൊണ്ടായിരിക്കണം കുട്ടി മരിച്ചത്. ഇങ്ങനെ നിശ്ചയിച്ച ബ്രാഹ്മണൻ കുട്ടിയുടെ ശവശരീരം എടുത്തിട്ട് ദ്വാരകയുടെ ഗോപുര ദ്വാരത്തിൽ കൊണ്ടുവച്ച് കുഞ്ഞിന്റെ ശരീരം അവിടെ കടത്തിയിട്ട് ക്ഷത്രിയന്മാരെ പൊതുവെയും ശ്രീകൃഷ്ണ ഭഗവാനെ പ്രത്യേകമായിട്ടും ശകാരിക്കുകയാണ്. കാരണം ഇവിടെ ബ്രഹ്മദ്വിഷഡധിയോ ലുബ്ധസ്യ വിഷയാത്മന ക്ഷത്രബന്ധോ കർമ്മദോഷാൽ പഞ്ചത്വം ഏകദോർധക. ബ്രാഹ്മണ ദേശീയം വഞ്ചനയിൽ താല്പര്യമുള്ളവനും ലുബ്ധനും വിഷയങ്ങളിൽ പ്രവേശിച്ചിരിക്കുന്നവനും ക്ഷത്രിയാധമനുമായിട്ട് രാജാവിന്റെ കർമ്മദോഷം നിമിത്തം എന്റെ കുഞ്ഞ് മരിച്ചില്ലേ എന്ന് പറഞ്ഞിട്ടാണ് ആ ബ്രാഹ്മണൻ നിലവിളിക്കുന്നത് കരഞ്ഞുകൊണ്ട്. ഹിംസാവിഹാരം നൃപതിം ദുശീലം അജിതേന്ദ്രിയം പ്രജാ ഭജന്തി സീതന്തി ദരിദ്ര നിത്യ ദുഃഖിതാം. ശരിക്കും ദുശീലങ്ങളൊക്കെ നിറഞ്ഞവനാണ് ഈ കൃഷ്ണൻ. ഇന്ദ്രിയ ജയമില്ലാത്തവനാണ് ആ രാജാവ്. അങ്ങനെയുള്ള ആ ഹിംസയിൽ ക്രീഡിക്കുന്നവനും ദുശീലങ്ങൾ നിറഞ്ഞവനും അതുപോലെ തന്നെ ഇന്ദ്രിയ ജയമില്ലാത്തവനുമായ ആ രാജാവിനെ ആശ്രയിച്ചിരിക്കുന്ന പ്രജകള് ദരിദ്രരും ദുഃഖിതരുമായിട്ട് ക്ലേശിക്കും എപ്പോഴും. ഇങ്ങനെ കൃഷ്ണ ചീത്ത പറയുന്ന ക്ഷത്രിയന്മാരെയും പ്രത്യേകിച്ച് ശ്രീകൃഷ്ണ ഭഗവാനെയും. നോക്കൂ, പണ്ടൊക്കെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് ഉടനെ പരിഹാരം ഉണ്ടാക്കുന്ന ആളാണ് ഭഗവാൻ രാമനും കൃഷ്ണനും ഒക്കെ. പക്ഷെ ഈ ബ്രാഹ്മണന്റെ നിലവിളി കേട്ടൂന്ന് നടിച്ചില്ല, കർമ്മദോഷമായിട്ട് അതായത് അവര് വിചാരിച്ചുള്ളൂ എന്നാണ്. ഇപ്പോ ഏവം ദ്വിതീയം വിപ്രക്ഷി തൃതീയം ത്വേവമേവജ വിശുദ്ധ്യ സപദ്വാരി താം ഗാതാം സമഗായതാം. ഇങ്ങനെ ആ ബ്രാഹ്മണന്റെ ഭാര്യ പ്രസവിച്ച രണ്ടാമത്തെയും മൂന്നാമത്തെയും ആയിട്ടുള്ള കുട്ടികള് ജനിച്ച ഉടനെ മരിക്കുകയാണ്. ബ്രാഹ്മണൻ ആ കുട്ടികളുടെയൊക്കെ ശരീരത്തെ ഇങ്ങനെ കൊട്ടാരത്തിന്റെ കവാടത്തിൽ കൊണ്ടുവച്ചിട്ട് ഇങ്ങനെ ശ്രീകൃഷ്ണനെ ചീത്ത പറയുക, മുമ്പത്തെ പോലെ തന്നെ നിലവിളിക്കുകയാണ്. അങ്ങനെ 8 കുട്ടികൾ മരിച്ചു. 9ാമത്തെ കുട്ടി ഉണ്ടായി. ആ 9ാമത്തെ കുട്ടിയും മരിക്കുകയാണ് എന്നാണ്. ആ 9ാമത്തെ കുട്ടി മരിച്ച സമയത്ത് 9ാമത്തെ കുട്ടിയുടെ ആ മൃതശരീരം ദ്വാരകയിൽ കൊണ്ടുവന്ന് വെച്ച് ശ്രീകൃഷ്ണ ഭഗവാനെ ചീത്ത പറയുന്ന സമയത്ത് അർജുനൻ ഇപ്പൊ ദ്വാരകയിലുണ്ട് ഈ സമയത്ത് എന്നാണ്. താമാർജുന ഉപശ്രുത്യ കർഹജിൽ കേശവാന്തികെ പരേതേ നവമേ ബാലേ ബ്രാഹ്മണം സമഭാഷതാം. അപ്പോ അർജുനൻ ഭഗവാന്റെ അടുത്ത് ഇരിക്കുന്ന സമയത്താണ് മരിച്ച 9ാമത്തെ കുട്ടിയുടെ ശവവുമായിട്ട് വന്ന് തൻ്റെ കുട്ടികളുടെ മരണകാരണം
രാജാവിന്റെ ദോഷമാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നിലവിളിക്കുന്നത് കേൾക്കുന്നത് അർജുനൻ. അപ്പോൾ അർജുനനും വല്ലാണ്ട് ദേഷ്യം വന്നു എന്നാണ്. കാരണം കൃഷ്ണനാണെച്ചാൽ ഈ ബ്രാഹ്മണന്റെ നിലവിളി കേട്ടു എന്ന് പോലും നടിക്കണില്ല. എന്താ അതിപ്പോ ഇങ്ങനെ? ആ ഭഗവാന്റെ മൗനം, അതാണ് ഭഗവാൻ ഇപ്പൊ മൗനം സ്വീകരിക്കുകയുണ്ടായത്. അർജുനൻ സമീപത്തുണ്ട്, അർജുനൻ ഭഗവാനെ നന്നായി നോക്കുന്നുണ്ട്, ബ്രാഹ്മണൻ ചീത്ത വിളിക്കുന്നത് അവിടെ കൂടിക്കൊണ്ട് വരികയാണ്. ഇപ്പൊ ഭഗവാന്റെ മൗനം കണ്ട സമയത്ത് അർജുനന് വല്ലാണ്ട് ദേഷ്യം വന്നു. യാദവ സഭയില് എഴുന്നേറ്റ് നിന്നുകൊണ്ട് അർജുനൻ പറഞ്ഞു, ഹേ ബ്രാഹ്മണ, അങ്ങ് പേടിക്കണ്ടെന്നാണ്. ഇവിടെ കിംസിൽ ബ്രഹ്മൻ തൊന്നിവാസേ ഇഹ നാസ്തി ധനുദ്ധരാം രാജന്യ ബന്ധുരേതേവൈ ബ്രാഹ്മണ സത്ര ആസതേ. ഇവിടെ ശരിക്ക് കയ്യൂക്കുള്ള ക്ഷത്രിയന്മാരില്ല, അതാണ് ഈ കുഴപ്പമെന്നാണ് അല്ലെ. അപ്പോ ഈ യാദവന്മാര് ശരിക്കും ക്ഷാത്രഭാവം ഇല്ലാത്ത ആളുകൾ എന്നുള്ള ഭാവത്തിലാണ് ഇപ്പോ അർജുനൻ സംസാരിക്കുന്നത് എന്നാണ് പറഞ്ഞു. അങ്ങയുടെ നാട്ടിലെ വില്ലാളി വീരന്മാരായിട്ട് ക്ഷത്രിയന്മാരാരും ഇല്ല, അതാണ് അങ്ങയുടെ കുട്ടികൾക്ക് ഇങ്ങനെ അകാല മരണം പ്രാപിക്കാൻ കാരണം. ഇവരൊക്കെ ശരിക്ക് ബ്രാഹ്മണരെ പോലെ യാഗം ചെയ്ത് കഴിയുന്ന കൂട്ടര് വെറും വയറ്റിപ്പഴപ്പിന് വേണ്ടിയിട്ട് ഒരു രാജ്യത്ത് ആ ഭാര്യയോ പുത്രനോ ധനമോ നഷ്ടപ്പെട്ടിട്ട് ബ്രാഹ്മണൻ ദുഃഖിക്കുകയാണെങ്കിൽ അവിടുത്തെ ക്ഷത്രിയന്മാര് പൗരുഷശാലികളല്ല എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ക്ഷത്രിയന്മാര് പൗരുഷശാലികളായിട്ട് ധാർമ്മികന്മാരായിട്ട് രാജ്യം ഭരിക്കുകയാണെങ്കിൽ ഒരിക്കലും ബ്രാഹ്മണൻ ദുഃഖിക്കില്ല. ഇപ്പൊ ഇവരൊക്കെ ശരിക്കും രാജാവിന്റെ വേഷം കെട്ടി നടക്കുന്നുണ്ട്, രാജാപാർട്ട് എന്നൊക്കെ നമ്മൾ പറയില്ലേ. ഇതുപോലെ രാജാവിന്റെ ഉപജീവനത്തിന് വേണ്ടിയിട്ട് നാടകത്തിൽ അഭിനയിക്കുന്ന നടന്മാരെ പോലെ ക്ഷത്രിയ വേഷം കെട്ടി നടക്കുന്നവരാണ്. അപ്പൊ വേഷം മാത്രമേ ഉള്ളൂ എന്നാണ്. ഇനി അങ്ങയ്ക്കൊരു കുഞ്ഞ് പറക്കുകയാണെങ്കിൽ ഞാനതിനെ രക്ഷിച്ചു തരാം എന്നാണ് ഇവിടെ അർജുനന്റെ പ്രതിജ്ഞ എന്നാണ്. കാരണം ഞാൻ ഉത്തമ ക്ഷത്രിയനാണ്, ഇവരൊന്നും ഉത്തമ ക്ഷത്രിയന്മാരല്ല. കാരണം ഈ യാദവന്മാരൊക്കെ യദുവിന്റെ വംശത്തിൽ ഉണ്ടായ അവർക്ക് ശാപമുണ്ട്. ഇവിടെ പൂരുവിന്റെ വംശത്തിലാണ് അർജുനന്റെ ജനനം. അപ്പോ പൂരു വലിയ കേമനാണല്ലോ. അപ്പൊ താനൊരു ഉത്തമ ക്ഷത്രിയനാണ് എന്നും യാദവന്മാര് അത്തരക്കാരല്ല എന്നുള്ള ഒരു ഭാവമാണ് ഇപ്പൊ അർജുനന്റെ ഉള്ളില്. താൻ വലിയ കേമനാണെന്നുള്ള ആ ഒരു അഹങ്കാരം പറഞ്ഞു. ഇനി അങ്ങയുടെ ഭാര്യ ഗർഭം ധരിച്ച് പ്രസവിക്കുകയാണെങ്കിൽ ആ കുട്ടിയെ ഞാൻ രക്ഷിച്ചോളാം എന്നാണ് അർജുനന്റെ പ്രതിജ്ഞ എന്നാണ്. ഇത് കേട്ടപ്പോ ആ ബ്രാഹ്മണൻ ഒരു സംശയം, ധാരാണ് ഇതുവരെ അങ്ങനെ ഒരാളെ കണ്ടിട്ടില്ലല്ലോ. ഇപ്പൊ എന്താ, അർജുനൻ പ്രതിജ്ഞ പാലിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലോ, അതായത് ബ്രാഹ്മണന്റെ 10ാമത്തെ കുട്ടിയെ എനിക്ക് രക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അഗ്നിയിൽ പ്രവേശിച്ച് ഞാൻ എന്റെ ശരീരം ഉപേക്ഷിക്കുന്ന ശപഥവും ചെയ്തു എന്നാണ്. ഇത് കേട്ടപ്പോ ആ ബ്രാഹ്മണൻ പറയുകയാണ്, താൻ ആരാ എനിക്ക് മനസ്സിലായില്ല. ഇവിടെ ഉള്ള ആളുകൾ ആരാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. സംഘർഷണോ വാസുദേവ പ്രദ്യുമ്നോ ധന്യനാം വര അനിരുദ്ധോ പ്രതിരഥോ നത്രാതും ശക്നുവന്തിയൽ. പറയണം, ഇവിടെ ഉള്ള ആളുകളെ സംഘർഷണൻ, വാസുദേവൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ, ഇവരൊക്കെ ഈശ്വരന്മാരാണ്. അവർക്ക് കഴിയാത്ത കാര്യം അങ്ങ് എങ്ങനെ സാധിപ്പിക്കും എനിക്ക് മനസ്സിലാവണില്ല. ശരിക്കും അങ്ങക്ക് ഇത്ര ബുദ്ധിശക്തി കുറഞ്ഞവനായിട്ട് തീർന്നോ? അങ്ങക്ക് ബുദ്ധി തീരെയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ശപഥം എന്റെ മുമ്പിൽ വെച്ച് ചെയ്യുമായിരുന്നില്ലല്ലോ എന്നാണ്. ആ ലോകനാഥന്മാരായിട്ടുള്ള രാമകൃഷ്ണന്മാർക്ക് പോലും കഴിയാത്ത കാര്യം അങ്ങയ്ക്ക് കഴിയും എന്ന് എനിക്ക് വിശ്വാസമില്ല. അത് വെറും ആ ഒരു തോന്നല് മാത്രം അങ്ങയുടെ എന്നാണ്. അങ്ങയുടെ വാർത്തൽ കഥന്നു ഭവാൻ കർമ്മ ദുഷ്കരം ജഗദീശ്വരൈഹി ചികീർഷസിത്വം ബാലിശ്യാൽ തന്ന ശ്രദ്ധത്മഹേ വയം ആണ്. അപ്പോ ശരിക്കും എന്റെ ബാലിശത കൊണ്ട് നീ അത് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്, എന്റെ ഈ വാക്കുകൾ ഞാൻ വിശ്വസിക്കുന്നില്ല എന്നാണ്. ഇത് കേട്ടപ്പോ അർജുനന് ദേഷ്യം കൂടുക. ബ്രാഹ്മണ, വാക്കുകളൊക്കെ സൂക്ഷിച്ച് ഉപയോഗിക്കണം കേട്ടോ. എന്താ അത്, ഞാൻ ആരാന്ന് അങ്ങയുടെ വിചാരം? അങ്ങ് പറയുന്ന ഈ രാമൻ, കൃഷ്ണൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ എന്ന് പറയുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ, അവരെ പോലുള്ള ആളല്ല ഞാൻ. അവരുടെ കയ്യില് ഗാണ്ഡീവം എന്ന പേരായിട്ടുള്ള വില്ലുണ്ടോ എന്നാണ്. എന്താ അവിടെ പറഞ്ഞത് അർജുനൻ? നാഹം സംഘർഷണോ ബ്രഹ്മൻ കൃഷ്ണ കാഷ്ണിദേവജ അഹം വ അർജുനോ നാമ ഗാണ്ഡീവം യസ്യ വൈധനോ. അതെ, ഞാൻ സംഘർഷണനല്ല, കൃഷ്ണനുമല്ല, പിന്നെ കൃഷ്ണന്റെ പുത്രനുമല്ല എന്നാണ്. ഞാൻ ആരാ? ഗാണ്ഡീവധാരിയാണ്. എന്നെ കുറിച്ച് അങ്ങേക്ക് അറിയില്ലേ? എന്റെ വില്ലിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവില്ലേ അങ്ങ്? അതായത് ആ വില്ലാളി വീരനും മഹാരഥനുമായിട്ടുള്ള അർജുനനാണ്. ഗാണ്ഡീവം എന്ന വില്ലോട് കൂടിയവനാണ്. പരമേശ്വരനെ പോലും ഞാന് യുദ്ധത്തിൽ സന്തോഷിപ്പിച്ചവനാണ്.
അങ്ങനെ അങ്ങ് എന്നെ തരം താഴ്ത്തി കാണാൻ പാടില്ല, എന്റെ പൗരുഷത്തെ അപമാനിക്കരുത് എന്നാണ്. നോക്കൂ ബ്രാഹ്മണ, മൃത്യുവിനെ ജയിച്ചിട്ടാണെങ്കിലും ഞാൻ അങ്ങയുടെ കുഞ്ഞിനെ വീണ്ടും കൊണ്ടുവരും. ഇത് അർജുനന്റെ വാക്കാണ്. അതായത് ഭാരത യുദ്ധത്തില് കൗരവ സൈന്യത്തെ മുഴുവൻ ഇല്ലാണ്ടാക്കിയത് എന്റെ സാമർഥ്യാണെന്നൊക്കെയാണ് അവിടെ പറ്റി പറയണത് എന്നാണ്. ഇതിങ്ങോട്ട് കേട്ടപ്പോ ആ ബ്രാഹ്മണൻ എന്തോ ആവട്ടെ എന്നും പറഞ്ഞ് അദ്ദേഹം തിരിച്ച് ആ കുഞ്ഞിന്റെ ശവശരീരം എടുത്ത് അദ്ദേഹം തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണെന്നാണ്. ആ കുട്ടിയുടെ ശവശരീരമൊക്കെ ദഹിപ്പിച്ച് വന്നു. അത് കഴിഞ്ഞ് 10ാമതും ബ്രാഹ്മണ പത്നി ഗർഭം ധരിക്കുകയാണ്. ഗർഭം ധരിച്ചപ്പോഴ് ബ്രാഹ്മണ പത്നിയോട് സംസാരിക്കുമ്പോൾ ബ്രാഹ്മണൻ പറഞ്ഞു, ഇത്തവണ ഞാൻ ദ്വാരകയിൽ ചെന്നപ്പോ അവിടെ ഈശ്വരന്മാരെക്കാളും വലിയൊരാള്, എന്താ അർജുനൻ എന്നൊക്കെയാണ് പേര്, വലിയൊരു വില്ല് കയ്യിലുണ്ട്, ഗാന്ധീവൻ എന്നൊക്കെയാണ്. ആ ഈശ്വരന്മാരെ കൊണ്ട് പോലും ചെയ്യാൻ പറ്റാത്ത കാര്യം എന്നോട് ചെയ്യാൻ പറ്റുന്നും പറഞ്ഞ് നമ്മുടെ 10ാമത്തെ കുട്ടിയെ രക്ഷിക്കാം എന്ന് അയാള് വാക്ക് തന്നു എന്നാണ്. ഇനിയിപ്പൊ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലോ അഗ്നിയിൽ ചാടി ശരീരം ഉപേക്ഷിക്കാമെന്ന് ശപഥവും ചെയ്തു എന്നാണ്. ഇങ്ങനെയുണ്ടോ മനുഷ്യന്മാര് എന്നുള്ള ഭാവത്തിൽ ഒരു അവജ്ഞയോട് കൂടിയിട്ടാണ് ബ്രാഹ്മണൻ പത്നിയോട് പറയുന്നത്. പത്നി ഇത് കേട്ടപ്പോ പത്നിയുടെ മനസ്സിൽ ചെറിയൊരു ആഗ്രഹം, എന്താ, അതെ ഒരു കാര്യം ചെയ്യുക, സമയമായാൽ ദ്വാരകയിൽ ചെന്നിട്ട് ആ അർജുനനോട് വിവരം പറയുക. എന്താ അത്, ഇവിടെ വന്ന് അയാളെ രക്ഷിക്കുകയാണെങ്കിൽ നമുക്കൊരു ഉണ്ണിയെ കിട്ടും, അപ്പൊ നമ്മുടെ ആഗ്രഹം സാധിച്ചു. അല്ല ഇനിയിപ്പോ കുഞ്ഞിനെ കിട്ടിയില്ലെങ്കിലോ, അഗ്നിയിൽ ചാടി ചാവുന്നത് അയാളല്ലേ, നമുക്ക് നഷ്ടമൊന്നുമില്ലല്ലോ, ഒന്ന് ചെന്ന് അദ്ദേഹത്തോട് ചെന്ന് പറഞ്ഞോളൂ എന്നാണ്. ഇത് കേട്ടപ്പോ ബ്രാഹ്മണൻ തോന്നി ശരിയാണെന്നാണ്. അങ്ങനെ ആ സമയമായപ്പോഴ് ബ്രാഹ്മണൻ നേരെ അർജുനനോട് ചെന്ന് വിവരം പറയുക. പ്രസൂതികാല ആസന്നെ ഭാര്യായ അതിജസത്തമാ പാഹി പാഹി പ്രജാമൃത്യോദിത്യ അർജുന മാതുരാ. ഭാര്യയുടെ പ്രസവ സമയം അടുത്തപ്പോ ആ ബ്രാഹ്മണൻ അർജുനനെ സമീപിച്ചു. അതെ, ആ അന്തകനിൽ നിന്ന് എന്റെ സന്താനത്തെ പാലിക്കണം എന്ന് പറഞ്ഞ് നിലവിളിക്കുകയാണ്. ഇത് കേട്ടപ്പോ അർജുനനോ ശ്രീകൃഷ്ണ ഭഗവാനോടൊരു വാക്ക് പോലും പറഞ്ഞില്ല എന്നാണ്. ഭഗവാനെ ആ സമയത്ത് മറക്കുകയാണ്. ഇതാണ് ഈ ജീവിതത്തില് ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ, നമ്മുടെ സകല പരാജയത്തിനും കാരണം ഈശ്വരനെ മറക്കുക. അതായത് ജീവിതത്തില് എല്ലാ പരാജയത്തിനും കാരണം എന്താ, ഓർക്കേണ്ടതിനെ മറക്കുക, മറക്കേണ്ടതിനെ ഓർക്കുക. അതാണ് ജീവിതത്തിൽ പരാജയം. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പൊ ധർമ്മപുത്രരുടെ കാര്യം തന്നെ എടുത്ത് നോക്കൂ. രാജസൂയത്തില് കേമനായിട്ട് തീർന്നു ധർമ്മപുത്രര്. ചൂത് കളിക്കുന്ന സമയത്ത് കൃഷ്ണനോടൊന്ന് അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞ് കൃഷ്ണനെ കുറിച്ച് ഓർത്തതാണെങ്കിൽ ഈ പാണ്ഡവന്മാർക്ക് ഈ അപകടം വരില്ല. പക്ഷേ മറന്നു, അതോടുകൂടെ അപകടം, ജീവിതത്തിൽ ആ സകല പരാജയങ്ങളും വന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ അർജുനന് വരാൻ പോണത് അങ്ങനെയാണ്. ഇതൊക്കെ നമ്മളെ തന്നെ പറയണത്, നമ്മുടെ ജീവിതത്തില് എന്തൊക്കെ പരാജയം ഉണ്ടായിട്ടുണ്ടെങ്കിലും ആ പരാജയത്തിന്റെയൊക്കെ അടിസ്ഥാനം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നമ്മൾ ഈശ്വരനെ മറന്നതാണ് അതിന് കാരണം എന്ന് മനസ്സിലാക്കാൻ പറ്റും. ജീവിതം വിജയിക്കണോ, അത് ഭഗവത് സ്മരണ കൊണ്ടേ പറ്റുള്ളൂ, ഈശ്വര സ്മരണ കൊണ്ടേ നടക്കുള്ളൂ എന്നാണ്. ഇപ്പൊ ശ്രീകൃഷ്ണ ഭഗവാനോട് പോലും ഒരു വാക്ക് പറയാണ്ട് ബ്രാഹ്മണന്റെ കൂടെ ബ്രാഹ്മണന്റെ വീട്ടിലെത്തി ഈ അർജുനൻ എന്നാണ്. എന്നിട്ടോ ആ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് പൊടി വസ്ത്രങ്ങളൊക്കെ ധരിച്ച് തന്റെ ഗാന്ധീവം കയ്യിലെടുത്ത് ശ്രീപരമേശ്വരനെ മനസ്സിൽ നന്നായിട്ട് അങ്ങ് ധ്യാനിച്ചു എന്നാണ്. ധ്യാനിച്ചിട്ട് ശരിക്ക് ദിവ്യാസ്ത്രങ്ങളെ സ്മരിച്ചു എന്നാണ്. ആ ഞാൻ കെട്ടിയ ഗാന്ധീവം കയ്യിൽ ധരിച്ചിട്ട് നരുടൽ സൂതികാകാരം ശരൈർ നാനാസ്ത്രയോജിതേ കൂട്ടമതപ്പാത്ത ചകാര ശരപഞ്ചരം. ശരിക്കും അർജുനൻ നാനാവിധമായിട്ടുള്ള മന്ത്രങ്ങളൊക്കെ ജപിച്ച് അതത് അസ്ത്രങ്ങളോട് യോജിപ്പിച്ചിട്ട് ആ പ്രസവ മുറിയെ ശരിക്ക് ആ അസ്ത്രങ്ങളെ കൊണ്ട് ഒന്ന് നിരോധിക്കുക, ശരിക്ക് ഒരു ആവരണം ചെയ്യുകയാണ് എന്നാണ്. വില്ലാളി വീരനായിട്ടുള്ള അർജുനൻ പ്രസവ മുറിയിൽ ഒന്നിനും അകത്തേക്ക് കടക്കാനാകാത്ത വിധം ശരിക്ക് ശരം കൊണ്ടങ്ങ് പൊതിഞ്ഞ് സുരക്ഷിതമാക്കി തീർക്കുകയാണ്. അല്ലെ, നമ്മൾ പറഞ്ഞ ഇസഡ് കാറ്റഗറി എന്നാണ്. ആ തരത്തിലുള്ള സുരക്ഷയാണ് ഇപ്പോ ആ പ്രസവ മുറിക്കുക. ഇതൊക്കെ കണ്ടപ്പോ ബ്രാഹ്മണന്റെ ഉള്ളിലും ചെറിയൊരു പ്രതീക്ഷ, ഇയാള് കാണുന്ന പോലെയൊന്നുമല്ല, എന്തൊക്കെയോ കോപ്പുണ്ട് ഈ അർജുനന്. അപ്പൊ ഇയാള് വിചാരിച്ചു കഴിഞ്ഞാൽ തനിക്കൊരു ഉണ്ണിയെ കിട്ടും എന്നൊരു പ്രതീക്ഷയും ബ്രാഹ്മണന്റെ ഉള്ളിൽ നാമ്പെടുത്തു എന്നാണ്. കുറച്ചു കഴിഞ്ഞു ആ ബ്രാഹ്മണ സ്ത്രീ പ്രസവ വേദന കൊണ്ട് കരയാൻ തുടങ്ങി എന്നാണ്. ആ കരഞ്ഞ് കുറച്ചു കഴിഞ്ഞപ്പോഴോ ആ പ്രസവിച്ചു കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടു എന്നാണ്. ആ കുഞ്ഞിന്റെ കരച്ചിൽ തതകുമാര സംജാതോ വിപ്രപത്ന്യാരുതന്മോഹോ സദ്വാദർശനമാപേദേ സശരീരോ വിഹായസ. ബ്രാഹ്മണ പത്നി പ്രസവിച്ച് കുഞ്ഞ് കരഞ്ഞു എന്ന് ആ കരച്ചിൽ എല്ലാവരും കേട്ടതാണ്.
അത് കേട്ടപ്പോൾ അർജുനന്റെ മുഖത്ത് വല്ലാത്തതായിട്ടുള്ള ആ ഒരു ഭാവം, ഇത് തനിക്ക് രക്ഷിക്കാൻ കഴിയും, താൻ കേമനാണെന്നുള്ള അഹങ്കാരം വിജൃംഭിക്കുകയാണ്. ബ്രാഹ്മണന്റെ മുഖത്ത് നല്ല സന്തോഷം. കാരണം ഇതുവരെ കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടിട്ടില്ല. ചത്ത കുട്ടി കരയില്ലല്ലോ. ഇപ്പോ ജീവനുള്ള കുഞ്ഞാണ് വന്നിരിക്കുന്നത്, ഉണ്ണിയാണ് ജനിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലായി. പറഞ്ഞു, എങ്ങനെയുണ്ട് ബ്രാഹ്മണ എന്നുള്ള ഭാവത്തിലാണ് അർജുനൻ ബ്രാഹ്മണനെ നോക്കുന്നത്. ബ്രാഹ്മണനോ ആ അർജുനനെ ഒന്ന് അഭിനന്ദിക്കുന്ന ഭാവത്തിൽ ഒന്ന് നോക്കി എന്നാണ്. അതെ, എന്ത് കുഞ്ഞാണോ എന്ന് അന്വേഷിക്കൂ, ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്നാണ്. വേഗം ബ്രാഹ്മണൻ ചെന്ന് ആ വാതിലിൽ മുട്ടി ആ സ്ത്രീകളോട് പറയാ, വാതിൽ തുറക്കിൽ, എന്ത് കുഞ്ഞാണ്. അപ്പോഴോ ആ സ്ത്രീകളും ആ ബ്രാഹ്മണ പത്നിയും കൂടെ കൂട്ട നിലവിളിയാ. എന്തിനെ കരയണത് എന്നാണ് ബ്രാഹ്മണൻ. അല്ല, കുഞ്ഞിന്റെ കരച്ചിലേ കേട്ടുള്ളൂ, കുഞ്ഞിനെ കാണാനില്ല. സദ്യോ ആദർശനമാപേദേ സശരീരോ വിഹായസ. കുഞ്ഞ് ജനിച്ച ഉടനെ കരച്ചിലോട് കൂടിയിട്ട് ശരീരത്തോടു കൂടി ആകാശത്തിലേക്ക് ഉയർന്നു പോയി എന്നാണ്. ഈ ശരീരത്തോടു കൂടി ആകാശത്തിലേക്ക് ഉയർന്നു പോയത് കൊണ്ട് അത് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് പോലും നിശ്ചയിക്കാൻ കഴിഞ്ഞില്ല എന്നാണ്. ഇതും കൂടെ കേട്ടില്ലേ, വന്നോ ബ്രാഹ്മണന് കോപവും സങ്കടവും ഒക്കെ ഒരുമിച്ചിട്ട് എന്നാണ്. അദ്ദേഹം ശരിക്ക് ആ കലി തുള്ളിക്കൊണ്ട് അർജുനന്റെ മുമ്പിൽ എത്തുകയാണെന്നാണ്. കഷ്ടം. അതായത് അർജുനനെ നോക്കി പറയുക, ഈ നപുംസകത്തിന്റെ ആത്മപ്രശംസ, അതിനെ വിശ്വസിച്ച് ഞാൻ എന്തൊരു വങ്കനാണ് എന്നാണ്. എന്റെ ഈ വാക്ക് വിശ്വസിച്ചു പോയില്ലേ. തഥാഹ വിപ്രോ വിജയം വിനിന്ദൻ കൃഷ്ണസന്നിധോ മൗഢ്യം പശ്യതമേയോഹം ശ്രദ്ധതയെ ക്ലീബകർത്തന. ക്ലീബൻ എന്നൊക്കെ ഇവിടെ വിളിക്കുന്നത് അർജുനനെ എന്നാണ്. ആണും പെണ്ണും കെട്ടവെന്നുള്ള അർത്ഥത്തില. എന്റെ ഈ ഒരു വാക്ക് വിശ്വസിച്ചത് കൊണ്ട് ഞാൻ പെട്ടുപോയി. എന്താ പ്രദ്യുമ്നോ ന അനിരുദ്ധോ ന രാമോ ന ജഗേശവ യസ്യേവ പരിത്രാതം ഓന്യസ്തദഗതേശ്വര പറയുകയാണ്. നോക്കൂ, എന്റെ കുഞ്ഞിനെ പരിരക്ഷിക്കാൻ പ്രദ്യുമ്നും അനിരുദ്ധനും ബലരാമനും കൃഷ്ണനും ശക്തരായിട്ടില്ലയോ? അതിനെ രക്ഷിക്കാമെന്നേറ്റ ആ നീയെ എന്തൊരു വങ്കന. ഈശ്വരനേക്കാളും വലിയ ആളാണോ? അതിനേക്കാളും വലിയ ഈശ്വരനാണോ താൻ? എന്റെ ദിഗർജുനം മൃഷാവാദം ദിഗാത്മശ്ലാഘിനോധനു ദൈവോപസൃഷ്ടം യോ മൗഢ്യാനീശ്വരി ദുർമതി. ശരിക്കും മിഥ്യാവാദമാണ് നീ ചെയ്യുന്നത് എന്നാണ്. മിഥ്യാവാദം ചെയ്യുന്ന അർജുനെ ധിക്കരിക്കുക, ആത്മപ്രശംസ ചെയ്യുന്നവന്റെ വില്ലിനെ നിന്ദിക്കുക. ദുർബുദ്ധിയായിട്ടുള്ള അർജുനൻ അജ്ഞത കൊണ്ട് ഈശ്വരനാൽ നശിപ്പിക്കപ്പെട്ടതിനെ മൂഢഭാവത്തിൽ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ് എന്നാണ്. അല്ലെ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ, ബലരാമൻ, ശ്രീകൃഷ്ണൻ ഇവരെ ജഗദീശ്വരന്മാരാണ്. അവർക്ക് പോലും രക്ഷിക്കാൻ കഴിയാത്ത കുഞ്ഞിനെ ഇവൻ വിചാരിച്ചാൽ എങ്ങനെ രക്ഷിക്കുക? ആത്മപ്രശംസക്കാരനാണ്. വെറുതെ വീമ്പളക്കുന്നവനായിട്ടുള്ള അർജുനനെയും അവന്റെ ഗാന്ധീപം എന്ന വില്ലിനെയും ഞാൻ നിന്ദിക്കണമെന്ന് പരസ്യമായിട്ട് പറയുകയാണ് ഈ ബ്രാഹ്മണൻ. ദൈവത്താൽ അപഹരിക്കപ്പെട്ട എന്റെ കുഞ്ഞിനെ രക്ഷിക്കാമെന്ന് പൊങ്ങച്ചം പറഞ്ഞവനായവൻ. അവൻ എന്നെ അങ്ങനെ പറഞ്ഞ് വിശ്വസിപ്പിക്കുക ദുർബുദ്ധിയാണെന്നാണ്. ഈശ്വരേച്ഛയെ മറികടക്കാൻ ആർക്കാ കഴിയുക? അങ്ങനെ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് പരാജയപ്പെടുകയല്ലേ ഉണ്ടാവുക. ഇങ്ങനെ ബ്രാഹ്മണൻ ശകാരിച്ച സമയത്ത് അർജുനൻ എന്താ ചെയ്തത്? ബ്രാഹ്മണ ചീത്ത പറയാൻ വരട്ടെ, ഇപ്പൊ വരാന്നും പറഞ്ഞ് തന്റെ യോഗശക്തി കൊണ്ട് അർജുനൻ ഏവം ശബതി വിപ്രേഷോ വിദ്യാമാസ്തായ പാൽപുന അയോ സംയമനീമാശു എത്രാസ്തേ ഭഗവാൻ യമ. ഇപ്പോ ആകാശഗമനം എന്ന ആ യോഗശക്തി കൊണ്ട് ശരിക്ക് ആ ആകാശത്തിലൂടെ യാത്ര ചെയ്ത് സംയമനീപുരിയിലെത്തി എന്നാണ് അർജുനൻ എന്നാണ്. അവിടെ യമപുരി ചെന്ന് നോക്കുമ്പോ ഈ കുട്ടി എന്നല്ല ഇതിന്റെ മുമ്പ് വന്ന 9 കുട്ടികളുടെയും റെക്കോർഡൊന്നും അവിടെ കാണാനില്ല. അത് കഴിഞ്ഞ് പിന്നെ ഇന്ദ്രന്റെ ലോകത്ത്, സ്വർഗലോകത്ത് ചെന്നു എന്നാണ്, അവിടെയും ഇല്ല. പിന്നെ മറ്റ് അഷ്ടദിക്പാലകന്മാരുടെ ലോകങ്ങളിലൊക്കെ ചെന്ന് നോക്കണുണ്ട് എന്നാണ്. ആ വായുവിന്റെ ലോകത്തും അതുപോലെ തന്നെ ചന്ദ്രന്റെ ലോകത്തും അതുപോലെ യമപുരിയിലും ആ വരുണപുരത്തിലും പാതാളത്തിലും ഒക്കെ ചെന്ന് അന്വേഷിച്ചു എന്നാണ്. അവിടെ നിന്ന് ഈ കുട്ടിയിൽ നിന്നല്ല മറ്റു കുട്ടികൾ വന്നതായിട്ടുള്ള ഒന്നും അവിടെ കാണാനില്ല എന്നാണ്. അവിടെയൊന്നും ആ കുട്ടിയെ ബ്രാഹ്മണകുമാരനെ കാണാതെ വന്നപ്പോ അർജുനനാകപ്പെട്ടു എന്നാണ്. ഇനിയിപ്പോ എന്താ ചെയ്യാ? തതോ അലബ്ധതിജസുതോ ഹരിസ്തീർണ പ്രതിശ്രുതാം അഗ്നിം വിവിട്ടു കൃഷ്ണേന പ്രത്യുക്ത പ്രതിഷേധതാം. ഈ ലോകങ്ങളിലൊക്കെ ചെന്ന് അലഞ്ഞിട്ടും യമപുരിയിൽ വിളക്കുമ്പോൾ ചെന്ന് നോക്കിയിട്ടും ആ കുട്ടിയെ കാണാതെ വന്നപ്പോ പ്രതിജ്ഞാപരിപാലനം നടത്തണമല്ലോ. ക്ഷത്രിയന്മാര് വാക്ക് പറഞ്ഞ വാക്കാ, അതുകൊണ്ട് അത് പാലിക്കണം എന്നാണ്. ആ അർജുനനെ കാണുന്ന സമയത്ത് ഈ ബ്രാഹ്മണനാണ് വെച്ചാല് ചീത്ത പറഞ്ഞ് വല്ലാണ്ട്, അതായത് അദ്ദേഹത്തെ അർജുനനെ ചീത്ത വിളിക്കുന്നുണ്ട്. അപ്പോഴാണ് അർജുനൻ ഇനി പ്രതിജ്ഞ പരിപാലിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വിറകൊക്കെ കൊണ്ടുവരികയാണ്.
ആ വിറകൊക്കെ കൊണ്ടുവന്നിട്ട് ഒരു അഗ്നികുണ്ഡം ഉണ്ടാക്കുകയാണ്. അഗ്നി കൊളുത്തി വിറക് ഇങ്ങനെ നിന്ന് കത്താൻ തുടങ്ങി. ഇനി ഇപ്പോ പറഞ്ഞതുപോലെ പ്രതിജ്ഞ പരിപാലിക്കാനായിട്ട് അഗ്നിയിൽ പ്രവേശിക്കാനായിട്ട് ഒരുങ്ങണ സമയത്ത് പതുക്കെ ആ സമയത്തും അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒരു ചിന്ത, അർജുനന്റെ ഉള്ളില് ഇതുപോലെ തനിക്ക് ജീവിതത്തില് മരണത്തിന്റെ സന്ദർഭങ്ങള് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ആ സന്ദർഭങ്ങളിൽ നിന്നൊക്കെ, ആ മരണത്തിൽ നിന്നൊക്കെ രക്ഷിച്ചത് ആരാ? കൂടെ കൃഷ്ണൻ ഉണ്ടായിരുന്നു. ശ്രീകൃഷ്ണന്റെ പ്രഭാവം കൊണ്ടാണ് അന്നൊക്കെ രക്ഷപ്പെട്ടത്. ഇന്നിപ്പോ ഈ ബ്രാഹ്മണനോട് വാക്ക് കൊടുക്കുന്നതിന്റെ മുമ്പേ ഒന്ന് ശ്രീകൃഷ്ണ ഭഗവാനുമായിട്ട് ആലോചിച്ചതാണെങ്കിൽ തനിക്ക് ഇങ്ങനെ മരിക്കേണ്ടതായിട്ട് വരില്ല എന്നും പറഞ്ഞ് ആ കൃഷ്ണനെ തന്നെ സ്മരിച്ചുകൊണ്ട് അഗ്നിയിലേക്ക് എടുത്തൊരൊറ്റ ചാട്ടമാണ് എന്നാണ്. ചാടിയത് അഗ്നിയിലേക്കാണെങ്കിലും പിന്നിൽ നിന്ന് ആരോ ഒരാൾ ഒരു തട്ടണത് പോലെ തോന്നി അർജുനന്. വീണത് കുറച്ചു ദൂരേക്ക്, അഗ്നിയിൽ നിന്ന് അപ്പുറത്തേക്ക് മോഹാലസ്യപ്പെട്ടിട്ട് അവിടെ വീഴുകയാണ്. കണ്ണു തുറന്ന് നോക്കുമ്പോഴോ എന്താ അർജുനൻ കണ്ടത്? ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനെ. വത്സ വത്സ വിജയ സഖേ സഖേ പാർത്ത പാർത്ത ധനുർധര ഫൽഗുന അവിവേകം തുടങ്ങോല നിന്നുടെ സഖിയല്ലയോ ഞാൻ പശുപാലകൻ. ഇതാണ് ഭഗവാൻ ചിരിച്ചുകൊണ്ട് അർജുനെ നോക്കി പറഞ്ഞത് എന്നാണ്. അതായത് ബ്രാഹ്മണനോട് എന്തൊക്കെയാ പറഞ്ഞത്? ഇവിടെ വില്ലെടുക്കാൻ കഴിയുന്ന ക്ഷത്രിയന്മാരില്ല, ഈ യാദവന്മാരൊക്കെ പശുവിനെ മേച്ച് നടക്കുന്ന പാരമ്പര്യത്തിൽപ്പെട്ട കൂട്ടരാണ്, ഗോപാലന്മാരാണെന്നൊക്കെയാ പറഞ്ഞത് അല്ലേ? എന്റെ തൊഴിൽ അതന്നെയാ, പശുക്കളെ മേയ്ക്കുക. നന്നെ പോലുള്ള പശുക്കളെ ഇപ്പോഴും മേച്ചുകൊണ്ടാണ് നടക്കുന്നത് എന്നുള്ള ഭാവത്തിലാണ് ഭഗവാൻ. ചോദിച്ചു അർജുനനോട് എന്ത് പറ്റിയടോ എന്നാണ്. ഭഗവാൻ എങ്ങനെ കണ്ടില്ലേ? അർജുനനുണ്ടായിട്ടുള്ള ഒരു വികാരം പറയാൻ വയ്യ. കണ്ണിലൂടെ ധാരധാരിയായിട്ട് ഇങ്ങനെ കണ്ണീരൊഴുകുക. ഭഗവാന്റെ കാക്കല് കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി. എന്ത് പറ്റീന്നാണ് ഭഗവാൻ. അപ്പോഴാ പറഞ്ഞത്, ബ്രാഹ്മണന്റെ കുട്ടിയെ രക്ഷിക്കാമെന്ന് വാക്ക് കൊടുത്തു, രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നാണ്. അപ്പൊ ഭഗവാൻ ചോദിച്ചു, അല്ല ബ്രാഹ്മണന്റെ കുട്ടിയെ അന്വേഷിച്ചോ അർജുന നെയ്യേ? അന്വേഷിച്ചു. ഉള്ളതിക്കിൽ അന്വേഷിച്ചോ? ഉള്ളതിക്കിൽ അന്വേഷിച്ച പിന്നെ കിട്ടാണ്ടിരിക്കുവോ? അപ്പോഴാ ഭഗവാൻ പറഞ്ഞ, ഉള്ളതിക്കിൽ താൻ അന്വേഷിച്ചിട്ടില്ല, ഇല്ലാത്ത ദിക്കിലാണ് അന്വേഷിച്ചത്. ഇതൊക്കെ നമ്മുടെയും സ്വഭാവം അതാ. ഉള്ള ദിക്കിലല്ല നമ്മൾ അന്വേഷിക്കുന്നത്, ഇല്ലാത്ത ദിക്കിലാണ് നമ്മൾ അലിയുന്നത്. പിന്നെ എങ്ങനെ നേരിയാവും? ഈ സുഖം 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 എന്ന് പറഞ്ഞിട്ട് സുഖം ഇല്ലാത്ത ദിക്കിലല്ലേ നമ്മളൊക്കെ സുഖത്തെ അന്വേഷിച്ചുകൊണ്ട് നടക്കുന്നത്? എങ്ങനെ നമ്മുടെ ജീവിതം നേരെയാവുക? സുഖമുള്ള ദിക്കിൽ അന്വേഷിച്ചാലല്ലേ നമുക്ക് ആ അന്വേഷിക്കുന്നത് കിട്ടുള്ളൂ. ഇവിടെ അർജുനെ പോലെ പല ദിക്കിലും നമ്മൾ അന്വേഷിച്ചു, ഇല്ലാത്ത ദിക്കില്. ഇപ്പൊ ഇവിടെ ഭഗവാൻ കാണിച്ചു കൊടുത്തു, ഇവിടെ ഒന്നും അല്ല ആ കുട്ടിയുള്ളത്, ഉള്ള ദിക്കിൽ നീ അന്വേഷിച്ചിട്ടില്ല. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യേ, എന്റെ തേരിൽ കയറിക്കോളൂ എന്നാണ്. ഇതുവരെ ഭഗവാന്റെ യാത്രയൊക്കെ അർജുനന്റെ വണ്ടിയിലാ. പക്ഷെ ഈ പോണ ദിക്കിലേക്ക് ആ അർജുനന്റെ വണ്ടിക്ക് മോഡല് പോരാ. അതുകൊണ്ടോ തന്റെ തേരിൽ പിടിച്ചു കയറ്റിന്നാണ്. ഇത് സംഭാഷ്യ ഭഗവാൻ അർജുനേന സഹേശ്വര ദിവ്യം സ്വരതമാസ്തായ പ്രതീജീം ദിശമാവിശൽ. ഇങ്ങനെ ശ്രീകൃഷ്ണൻ ഈ അർജുനനോട് കൂടിയിട്ട് ദിവ്യമായ തന്റെ രഥത്തില് അർജുനെ പിടിച്ചു കയറ്റിയിട്ട് നേരെ പടിഞ്ഞാറേ ദിക്കിലേക്ക് പോവുകയാണ് എന്നാണ്. പോണ വഴിക്കോ സപ്തദീപാൻ സപ്തസിന്ധുൻ സപ്തഗിരീരഥ ലോകാലോകം തഥാദിത്യ വിവേച സുമഹത്തമാ. സപ്തദ്വീപുകളെയും സപ്തഗിരികളെയും സപ്തസമുദ്രങ്ങളെയും തരണം ചെയ്ത് അങ്ങനെ പോവുകയാണ് എന്നാണ്. ആലോചിച്ച് നോക്കൂ ആ ഭഗവാന്റെ ഒരു ഭാവം എന്നാണ്. ഇങ്ങനെ ആ ദാരികൻ ശരിക്കും പടിഞ്ഞാറോട്ട് അതിവേഗത്തെ തേര് തെളിക്കുകയാണ്. 7 ദ്വീപും അവയുടെ അതിർത്തിയായിട്ടുള്ള 7 പർവ്വതങ്ങളും 7 സമുദ്രങ്ങളും ഒക്കെ കടന്ന് നമ്മൾ ഈ 7 ഈ ഭാവങ്ങളെയൊക്കെ പഞ്ചമസ്കന്ധത്തിൽ വർണ്ണിക്കുന്നുണ്ട് എന്നാണ്. അങ്ങനെ കടന്ന് ആ തേരിങ്ങനെ പോവാണ്. ലോകാലോക പർവ്വതം കടന്നപ്പോ കൂരിരുട്ടാണ് അവിടെ കാണുന്നത് എന്നാണ്. ആ കൂരിരുട്ട് നിറഞ്ഞ പ്രദേശം കണ്ണൊന്നും കാണാൻ വയ്യ. കുതിരകൾക്കും അർജുനനും ദാരികനും ഇരുട്ടിലൊന്നും കാണാൻ വയ്യാത്തൊരവസ്ഥയായി എന്നാണ്. ആ സമയത്ത് ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്റെ ചക്രം പ്രയോഗിച്ച് ആ സുദർശനത്തെ പ്രയോഗിച്ചിട്ട് സുദർശനം വന്ന് ഇരുട്ടിനെ ആ പിളർന്നുകൊണ്ട് ചക്രം മുമ്പിൽ സഞ്ചരിക്കുക. സുദർശന ചക്രത്തിന്റെ വെളിച്ചത്തില് ഇതാണ് ഈ ദർശനം നന്നാവണം. ഈ ദിക്കില് അല്ലെങ്കിൽ സുഖം ഉള്ള ദിക്കില് ആ സുഖത്തെ കിട്ടണമെങ്കിൽ എന്നാണ്. നമ്മുടെ ദൃഷ്ടിയും ദുഷിച്ചിരിക്കുക.
ഇവിടെ സുദർശനത്തിന്റെ വെളിച്ചത്തിലാണ് ഇപ്പൊ രഥം സഞ്ചരിക്കുന്നത് എന്നാണ്. എപ്പോഴും മനുഷ്യ ശരീരം ആ ലക്ഷ്യത്തിൽ എത്തണമെങ്കിൽ ശരിക്ക് നമ്മുടെ ദർശനം നല്ല ദർശനമാവണം. ഒരിക്കലും അതിൽ ദുഷപ്പുണ്ടാവരുത്. നല്ല രീതിയിൽ പ്രപഞ്ചത്തെ നമ്മൾ നോക്കിക്കാണുക, നല്ല രീതിയിൽ ധാർമ്മികമായിട്ടുള്ള ജീവിതം നമ്മൾ നല്ല രീതിയിൽ നയിക്കുക. അതുകൊണ്ടേ നമുക്ക് ആ ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഭാവത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ എന്നാണ്. അങ്ങനെ ഇരുട്ടിനെ പിളർന്ന ചക്രം മുമ്പിൽ സഞ്ചരിക്കണു. ചക്രം പോയ വഴിയിലൂടെ ആ വെളിച്ചത്തില് ദാരികൻ തേര് തെളിച്ചു എന്നാണ്. ഇപ്പൊ ചക്രം പോയ വഴിയിലൂടെ സഞ്ചരിച്ച തേര് ഇരുട്ടിനപ്പുറത്ത് എത്തുക. അതിരില്ലാതെ വ്യാപിച്ചു നിൽക്കുന്ന ഒരു ദിവ്യമായിട്ടുള്ള ഒരു ജ്യോതിസാണ് പിന്നെ എന്നാണ് ആ ഇരുട്ട് കഴിഞ്ഞപ്പോ എന്നാണ്. ഈ ആ അജ്ഞാനം കഴിഞ്ഞ് ജ്ഞാനം പ്രകാശിക്കുമ്പോൾ ഉണ്ടാവുന്ന അനുഭവമാണ്. ശരിക്കും ആ ജ്ഞാനത്തിന്റെ പ്രകാശം എത്രയാണെന്ന് വാക്കുകളെ കൊണ്ടോ മനസ്സുകൊണ്ടോ ബുദ്ധി കൊണ്ടോ ഒന്നും നിരൂപിക്കാൻ കഴിയുന്നതല്ല. ഈ അജ്ഞാനം ആകുന്ന ഇരുട്ട് ശരിക്കും അനുഭവിച്ചത് കൊണ്ടാണ് ആ ജ്ഞാനത്തിന്റെ വെളിച്ചം ശരിയായിട്ട് നമുക്ക് കാണാനായിട്ട് അറിയാനായിട്ട് കൊണ്ട് കഴിഞ്ഞത്. അതുകൊണ്ടാണ് ആദ്യം ജീവനെ അജ്ഞാനത്തിൽ പിടിച്ച് പെടുത്തി ഉഴന്ന് അതിന്ന് കേറുമ്പോ ജ്ഞാനത്തിന്റെ മഹാത്മ്യം ശരിക്കും മനസ്സിലാവും. ഇപ്പൊ ഈ കൂരിരുട്ടിനെ ഭേദിച്ച് പിന്നെ ആ സുദർശനത്തിന്റെ സാന്നിധ്യത്തില് ആ വെളിച്ചത്തിലൂടെ പരമമായിട്ടുള്ള ദിവ്യമായിട്ടൊരു ജ്യോതിസിലാണ് പിന്നെ ചെന്നെത്തുന്നത് എന്നാണ്. അതിനെന്താണെന്ന് പറയാൻ തന്നെ പറ്റാത്തൊരവസ്ഥയാണ് എന്നാണ്. സഹസ്രാദിത്യ സംകാശം താൻ ദൃഷ്ട്വാ ഭഗവാൻ കൃഷ്ണോ മഹായോഗീശ്വരേശ്വര സഹസ്രാദിത്യ സംകാശം സുചക്രം പ്രാഹിനോൽപുര. മഹായോഗേശ്വരന്മാർക്കും ഈശ്വരനായിട്ടുള്ള ഭഗവാൻ കൃഷ്ണൻ എനിക്ക് 1000 സൂര്യന്മാരെ ഒന്നായിട്ട് ഉദിച്ച പോലെ പ്രകാശമുള്ള ചക്രത്തെ രഥത്തിന് മുമ്പിൽ സഞ്ചരിക്കാൻ അയച്ചു. ആ ചക്രത്തിന്റെ ആ പ്രകാശത്തില് തമസ്സുഘോരം ഗഹനം ഗതം മഹൽ വിതാരയിൽ ഭൂരിതരേണ രോജിഷ മനോജപം നിർവിവിശേ സുദർശനം ഗുണച്യുതോ രാമ ശരോ യഥാജമോ. എങ്ങനെയാണ് ഈ അജ്ഞാനത്തെ ജീവൻ പിളർക്കുന്നത്? ജ്ഞാനം വരുമ്പോ ഏറ്റവും ഗഹനവും ഘോരവും മഹത്തായതുമായിട്ടുള്ള അന്ധകാരത്തെ വർദ്ധിച്ച കാന്തി കൊണ്ട് ശരിക്ക് പിളർക്കുന്ന മനോവേഗത്തോടു കൂടിയ സുദർശന ചക്രം, ഞാൻ വലിച്ചു വിട്ട ശ്രീരാമബാണം ശത്രു സൈന്യത്തിൽ പ്രവേശിക്കുന്നത് പോലെ അന്ധകാരത്തിൽ പ്രവേശിച്ച അന്ധകാരത്തെ ഇല്ലാണ്ടാക്കി ജ്ഞാനപ്രകാശം. അവ ആ അന്ധകാരം എന്നേക്കുമായിട്ട് ഇല്ലാണ്ടാവുകയാണ്. ദ്വാരേണ ചക്രാനുപതേന തത്തമാ പരമ്പരം ജ്യോതിരനന്തപാരം സമശ്നുപാനം പ്രസമീറ്റ്യ ഫാൽഗുന പ്രതാഡിതാക്ഷോ വിതദീക്ഷിണീ ഉഭേ. ചക്രം സഞ്ചരിച്ച ദ്വാരത്തിലൂടെ കൊണ്ട് സഞ്ചരിക്കുമ്പോ അന്ധകാരത്തിന് അപ്പുറത്ത് ദൂരെ ശരിക്കും അനന്തവും അപാരവുമായി വ്യാപിക്കുന്നതായിട്ടുള്ള പരമജ്യോതിസിനെ അർജുനൻ കണ്ടു എന്നാണ്. ആ ജ്യോതിസിനെ കണ്ട ആ പ്രകാശത്തിന്റെ ശക്തിയില് അർജുനൻ അത് നോക്കാൻ കഴിഞ്ഞില്ല. അതാണ് ആ പ്രകാശം നമ്മുടെ കണ്ണിനൊന്നും നഗ്നനേത്രങ്ങളെ കൊണ്ടൊന്നും കാണാൻ വയ്യ, കണ്ണടയ്ക്കുന്നതാണ് അല്ലേ. നമ്മളിപ്പോ ഒരു ക്ഷേത്രത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ആ ക്ഷേത്രത്തിന്റെ മുമ്പിൽ നിന്ന് ചിലപ്പോ ദീപാരാധനയ്ക്കൊക്കെ നടയടച്ചിരിക്കുന്ന സമയമാണ് വെച്ചാല് നമ്മള് ആ മുമ്പിൽ തന്നെ നിന്നിട്ടോ ഭഗവാനെ സ്തുതികളെ കൊണ്ടൊക്കെ സ്തുതിക്കും. അത് കഴിഞ്ഞ് ദീപാരാധനയ്ക്ക് ആ നടയങ്ങ് തുറന്നു കഴിഞ്ഞാൽ ഇങ്ങനെ നോക്കിയ ആള് പെട്ടെന്ന് കണ്ണടയ്ക്കുകയും ചെയ്യുക. എന്താ അത്? ആ ദിവ്യമായിട്ടുള്ള പ്രഭ നമ്മുടെ ഈ നഗ്നനെ സാധാരണ പ്രഭയാണത് അല്ലേ. എന്നിട്ട് അത് നമ്മുടെ കണ്ണുകളെ കൊണ്ട് കാണാൻ കുറച്ച് വിഷമാണ്. അത് മാത്രല്ല ആ കാണുന്ന രൂപം എന്റെ ഉള്ളിൽ ഞാനത് ഉറപ്പിക്കുന്നു എന്നുള്ള മട്ടില് ഇപ്പൊ അർജുനൻ ഇപ്പോ ആ പ്രകാശം സഹിക്കാൻ വയ്യാണ്ടാണ് കണ്ണടച്ചത്. കണ്ണടച്ച് അദ്ദേഹത്തിന് 2 കണ്ണുകളും അടക്കിയ തദപ്രവിഷ്ട ശരീരം നപസ്വത വലിയ സൈജ് ഭഗദൂർമിഭൂഷണം തത്രാത്ഭുതം വൈ ഭവനം ധിമത്തമം രാജന്മണിസ്തംഭ സഹസ്രശോഭിതം. പിന്നെ ഈ അകത്തേക്ക് പ്രവേശിച്ചപ്പോ ഏറ്റവും ശക്തിയോടെ വീശുന്ന കാറ്റത്ത് വിളയിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള വലിയ തിരമാലകളുള്ള സമുദ്രത്തെ പാൽക്കടല് ആ പാലാഴി എന്നാണ്. ആ ജലത്തില് അത്ഭുതകരമായി അത്യധികം ശ്രേഷ്ഠമായി മിന്നിത്തിളങ്ങുന്ന ആയിരക്കണക്കിന് രത്നങ്ങളാൽ ശോഭിക്കുന്നതായിട്ടുള്ള വലിയൊരു പുരം ആ വൈകുണ്ഠ ഭാവത്തെ കാണുകയാണ് എന്നാണ്. എന്താ? തസ്മിൻ മഹാഭീമനന്തമദ്ഭുതം സഹസ്രമൂർധന്യ ഫണാമണിദ്യുബി വിഭ്രാജമാനം ദിഗ്ണോത്ഭനേക്ഷണം സീതാജലാപം ശിതികണ്ഠ ജിഹ്വം. ആ പുരത്തില് മഹാഭയങ്കരവും അത്യാശ്ചര്യകരവും 1000 ശിരസുള്ള സഹസ്രം രത്നങ്ങളുടെ പ്രഭയില് അത്യന്തം ശോഭിക്കുന്ന വെളുത്ത നിറമുള്ള സ്ഫടികതുല്യമായ തീക്ഷണങ്ങളായിട്ടുള്ള 2000 കണ്ണുകളുള്ളതും നീല നിറമുള്ളതുമായിട്ടുള്ള കണ്ടങ്ങളോടുകൂടി ആ 2000 നാവുകളോട് കൂടിയ ആദിശേഷനെ അവിടെ കാണുകയാണ് എന്നാണ്.
അങ്ങനെ ആ ആദിശേഷനിൽ കിടക്കുന്ന വിഷ്ണു ഭഗവാനെ പിന്നെ കാണുകയാണ്, അർജുനനും കൃഷ്ണനും കാണുകയാണ്. എന്താ ആ ഭഗവാന്റെ ഭാവം? ദദർശതൽഭോഗ സുഖാസനം വിഭും മഹാനുഭാവം പുരുഷോത്തമോത്തമം സാന്ദ്രാംബുദാഭം സുവിശങ്കവാസസം പ്രസന്നവക്തം രുചിരായ ദക്ഷിണം. ആ മഞ്ഞപ്പെട്ടെടുത്ത് പ്രസന്നമായിട്ടുള്ള മുഖപങ്കജത്തോടെ അതിമനോഹരമായിട്ടുള്ള കാരുണ്യ കടാക്ഷത്തോടെ കിടക്കുന്നതായിട്ടുള്ള ഭഗവാനെ കാണുകയാണ്. അത് നോക്കൂ, മഹാമണിവ്രാത കിരീടകുണ്ടല പ്രഭാപരിക്ഷിപ്ത സഹസ്രകുന്തളം പ്രലംബ ചാർവഷ്ടഭുജം സകൗസ്തുഭം ശ്രീവത്സലക്ഷ്മം വനമാലയാവൃതം. ആ ഭഗവാൻ മരതകം രത്നം മുതലായ രത്നങ്ങള് അനേകം പതിച്ച കിരീടം, കുണ്ടലങ്ങള്, അവയുടെ ശോഭ കൊണ്ട് മിന്നിത്തിളങ്ങുന്നതായിട്ടുള്ള ചുരുണ്ട തലമുടി, അതുപോലെ നീണ്ട 8 തൃക്കൈകളോട് കൂടിയിട്ട് മാറിലെ കൗസ്തുഭരത്നവും ശ്രീവത്സമെന്ന മറുകും വനമാലയും മുത്തുമാലകളും ഒക്കെ ശോഭിക്കുന്നു. ചക്രം, വില്ല്, വാള്, ഗദ തുടങ്ങിയിട്ടുള്ള ആയുധങ്ങൾ സ്വരൂപം സ്വീകരിച്ച് ഭഗവാനെ സേവിച്ചുകൊണ്ട് നിൽക്കുന്നു. ആ ശ്രീകൃഷ്ണനും അർജുനനും വിഷ്ണു ഭഗവാനെ നമസ്കരിക്കുകയാണ് എന്നാണ്. അങ്ങനെ ആ വൈകുണ്ഠ ദർശനം കിട്ടുകയാണ് ശ്രീകൃഷ്ണ ഭഗവാനും അർജുനനും എന്നാണ്. അവിടെ സുനന്ദൻ, നന്ദൻ തുടങ്ങിയിട്ടുള്ള പാർഷദന്മാര്, ആ സേവകന്മാര് ശരീരം ധരിച്ച് നിൽക്കുന്നുണ്ട്. ശരീരം ധരിച്ചുകൊണ്ട് നിൽക്കുന്ന ശംഖചക്രങ്ങള്, ആ ആയുധ ദേവതകള്, തുഷ്ടി, പുഷ്ടി, ശ്രീ, അജ തുടങ്ങിയിട്ടുള്ള ഭഗവാന്റെ ആ വിഭൂതികള്, അവരൊക്കെ സേവിച്ചുകൊണ്ടിരിക്കുന്നു. ബ്രഹ്മാദി ദേവത എല്ലാറ്റിനും പതിയായിട്ടുള്ള ഭഗവാനെ അവിടെ വെച്ച് കാണുകയാണ്. പവന്ത ആത്മാനം അനന്തവച്ചുതോ ജിഷ്ണുച്ച തദ്ദർശന ജാതസാത്വസാതവാഹ താവാഹ ഭൂമാ പരമേക്ഷിണാംബർഭുർ ബദ്ധാഞ്ജലി സസ്മിത മൂർജയാകിര. നാശരഹിതനായിട്ടുള്ള താൻ തന്നെയാകുന്ന ആ പരമാത്മാവിനെ ശ്രീകൃഷ്ണൻ ശരിക്ക് വന്ദിച്ചു എന്നാണ്. ആ അത്ഭുതമൂർത്തിയെ കണ്ട് ഭയപ്പെട്ട അർജുനനും ഭഗവാനെ വന്ദിക്കുകയാണ്. പരമേഷ്ടികളുടെ പതിയായിട്ടുള്ള ഭൂബ്രഹ്മം അഞ്ജലി ബന്ധിച്ച് നിൽക്കുന്ന അവരോട്, അല്ലെങ്കിൽ വിഷ്ണു ഭഗവാൻ അവരോട് ഗംഭീരമായിട്ടുള്ള സ്വരത്തില് പറഞ്ഞു, ദിജാത്മജാമേ യുവയോ ദൃക്ഷുണാമയോപനീതാ ഭുവി ധർമ്മകുപതയെ കലാവതീർണാവനേർഭരാസുരാൻ തത്വേഹ ഭൂയത്വരേതമന്തിമേ. ഭൂമിയില് ധർമ്മരക്ഷയ്ക്ക് വേണ്ടിയിട്ട് അതായത് അവതരിച്ച ആളുകളല്ലേ നിങ്ങള്? നിങ്ങള് എന്റെ അംശഭൂതന്മാര് തന്നെയാണ്. നിങ്ങള് അതായത് നരനാരായണന്മാരാണ്. ഈ അർജുനനായിട്ടും കൃഷ്ണനായിട്ടും ആ ഭൂഭാരം തീർക്കാൻ വേണ്ടിയിട്ട് ധർമ്മരക്ഷയ്ക്കായിട്ട് ഭൂമിയിലേക്ക് ചെന്നത്. അപ്പൊ നരനാരായണന്മാര് മനുഷ്യ സ്വരൂപം സ്വീകരിച്ചു കഴിഞ്ഞാൽ കാണാൻ എങ്ങനെ ഉണ്ടാവും എന്ന് എനിക്കൊരു ആഗ്രഹം. അതൊന്ന് കാണണം എന്നുള്ള ആഗ്രഹം ഉണ്ടായത് കൊണ്ട് ഞാൻ ബ്രാഹ്മണന്റെ പുത്രന്മാരെ മുഴുവൻ ഇങ്ങോട്ട് കൊണ്ടുവരിച്ചു എന്നാണ്. ഭൂമിക്ക് ഭാരഭൂതന്മാരായിരിക്കുന്ന അസുരരാജാക്കന്മാരെ എല്ലാം സംഹരിച്ചിട്ട് നിങ്ങൾ വേഗം തന്നെ തിരിച്ചിങ്ങോട്ട് വരണം എന്ന് പറഞ്ഞ് പൂർണ്ണകാമാവപിയുവാം നരനാരായണ വൃഷി ധർമ്മമാചരതാം സിദ്ധി ഋഷഭോ ലോകസംഗ്രഹം. നിങ്ങൾ പൂർവ്വജന്മത്തില് നരനാരായണന്മാരായ ഋഷിശ്രേഷ്ഠന്മാരായിരുന്നു. ആ പൂർണ്ണകാമന്മാരായതുകൊണ്ട് കർമ്മം ചെയ്യേണ്ട ആവശ്യമില്ല. എങ്കിലും നിങ്ങൾ ആ മര്യാദ പാലിക്കുവാനായിട്ട് ലോകത്തെ രക്ഷിക്കുന്ന ധർമ്മം നിങ്ങൾ ആചരിക്കണം എന്ന് പറയുക. ഭഗവാൻ ഇങ്ങനെ ഇപ്രകാരം ഉപദേശിക്കുക. ഇവിടെ ആ നരനാരായണന്മാരെ അവര് ഈ മനുഷ്യരൂപം സ്വീകരിച്ച് വന്നാൽ എങ്ങനെയുണ്ടാവും അത് കാണാനുള്ളൊരു മോഹം തോന്നിയപ്പോഴാണ് ഈ ബ്രാഹ്മണന്റെ 10 കുട്ടികളെയും വൈകുണ്ഠത്തിൽ കൊണ്ടുവച്ചത് എന്നാ ഭഗവാൻ. അപ്പൊ നിങ്ങൾക്കൊന്നും ചെയ്യാനായിട്ടില്ല, നിങ്ങൾ പൂർണ്ണകാമന്മാരാണ്. പക്ഷെ ലോകസംഗ്രഹത്തിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട ധർമ്മം നിങ്ങൾ ചെയ്യണം. എന്ത്? ഭൂഭാരം തീർക്കുക എന്നുള്ളത്. അപ്പൊ ഭൂമിയുടെ ഭാരമൊക്കെ തീർത്തിട്ട് പറഞ്ഞ് ആ 10 കുട്ടികളെയും തിരിച്ചു കൊടുക്കുകയാണ്. ഇവിടെ സ്വാമിജി പറയും, അതായത് ഈ ബ്രാഹ്മണന്റെ 10 കുട്ടികളെയും ആ വൈകുണ്ഠത്തിൽ കൊണ്ട് വെക്കാനും ഈ നരനാരായണ അതായത് കൃഷ്ണാർജുനന്മാർക്ക് വൈകുണ്ഠ ദർശനം കൊടുക്കാനും എന്താ കാരണം എന്നാണെങ്കിൽ, ലോകക്ഷേമത്തിന് വേണ്ടിയിട്ടാണ് കൃഷ്ണാർജുനന്മാരെ ഭൂമിയിൽ അവതരിച്ചത്. പക്ഷെ ലോകക്ഷേമത്തിന് വേണ്ടിയിട്ട് ഭൂമിയിൽ അവതരിച്ചപ്പോൾ ഒരുപാട് ഹിംസകള് അവർക്ക് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. എന്തായാലും ഈ ഹിംസ ചെയ്ത ദുരിതം ഉണ്ടാവുമല്ലോ. അപ്പൊ ഇവിടെ പറയുകയാണ്, ലോകക്ഷേമത്തിന് വേണ്ടിയാണെങ്കിലും ഹിംസകളെ കൊണ്ടുണ്ടായി വന്ന അല്ലെങ്കിൽ ഹിംസകളെ കൊണ്ട് വന്നു ചേർന്ന ദുരിതത്തെ ശ്രീ വൈകുണ്ഠ ദർശനം കൊണ്ട് അകറ്റി ശുദ്ധി വരാൻ വേണ്ടിയിട്ടാണ് ബ്രാഹ്മണന്റെ കുട്ടികളെ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത് എന്നൊക്കെയാണ് സ്വാമിജി അർത്ഥം പറയുമ്പോ പറയുക. അപ്പൊ അങ്ങനെ അവർക്ക് വൈകുണ്ഠ ദർശനം കൊടുത്ത് പരിശുദ്ധന്മാരാക്കി തീർത്തു എന്നാണ്. ഭഗവാൻ ഇപ്രകാരം ഉപദേശിച്ചപ്പോ ശരി ആവട്ടെ എന്ന് ഓം എന്ന് പറഞ്ഞ് ഉച്ചരിച്ചുകൊണ്ട് ആ ഉപദേശത്തെ അംഗീകരിച്ചു അർജുനനും കൃഷ്ണനും എന്നാണ്. ഭഗവാനെ നമസ്കരിച്ചിട്ട് ബ്രാഹ്മണന്റെ പുത്രന്മാരെയൊക്കെ സ്വീകരിച്ച് നേരെ തന്റെ തേരിൽ കയറ്റി ഇരുത്തി ഭഗവാനാണ്. നോക്കൂ ആ കുട്ടികളുടെ ഒരു ഭാഗ്യം.
അങ്ങനെ നേരെ ബ്രാഹ്മണ ഗൃഹത്തിലേക്ക് വരികയാണ്. അവിടെ വന്ന് ഈ ബ്രാഹ്മണന് 10 കുട്ടികളെ അങ്ങ് സമർപ്പിക്കുക. നമ്മൾ ഈ കഥകളിയിലൊക്കെ കാണില്ലേ സന്താന ഗോപാലത്തില്. ആ ബ്രാഹ്മണനെ പിടിച്ചിരുത്തി ഓരോ കുട്ടികളെ ആയിട്ട് ബ്രാഹ്മണന്റെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. ബ്രാഹ്മണന് ഉണ്ടായിട്ടുള്ള സന്തോഷം അദ്ദേഹത്തിന് പറയാൻ വയ്യാന്നാണ്. ഇവിടെ ആ 10 പുത്രന്മാരെയും ബ്രാഹ്മണന് കിട്ടി, വളരെ സന്തോഷമായി. ബ്രാഹ്മണൻ കൃഷ്ണനെയും അർജുനനെയും ഒരുമിച്ച് അനുഗ്രഹിക്കുകയാണ്. അർജുനനോട് പറഞ്ഞു, ഞാൻ എന്തൊക്കെയോ ചീത്ത വിളിച്ചു, കോപം വന്നിട്ട് എന്നേ ഉള്ളൂ, ഒന്നും വിചാരിക്കണ്ട, നിനക്കൊക്കെ നേരിയാവുന്നും പറഞ്ഞ് ആ ബ്രാഹ്മണൻ 2 കൈയും വെച്ച് അർജുനന്റെ ശിരസിൽ വെച്ച് അനുഗ്രഹിക്കുക. അങ്ങനെ ബ്രാഹ്മണൻ ശിരസിൽ കൈവച്ച് അനുഗ്രഹിക്കുമ്പോ അർജുനന്റെ നോട്ടം മുഴുവൻ എവിടേക്കാണ്? ഭഗവാനിലേക്ക്. എന്താ, ഭഗവാൻ ഇല്ലെങ്കിൽ ഇപ്പൊ ഈ അനുഗ്രഹത്തിന് വല്ല ഭാവം ഉണ്ടാവുമോ? ഭഗവാനാണ് ഇതിന്റെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ച ശക്തി എന്ന് അർജുനന് ഇപ്പൊ ശരിക്കും ബോധ്യം വന്നു അനുഭവത്തിലൂടെ. അപ്പൊ ഭഗവാനെയാണ് നോക്കുന്നത്, തനിക്കല്ല ഈ അനുഗ്രഹം വേണ്ടത്, ഭഗവാനാണ് വേണ്ടത് എന്നുള്ള ഭാവത്തില് ആ അർജുനൻ പിന്നെ അവിടെ വെച്ച് പറയുകയാണ്, എന്താ, നിശാമ്യ വൈഷ്ണവം ധാമ പാർത്ഥ പരമവിസ്മിതാം. മഹാവിഷ്ണുവിന്റെ ധാമമായിട്ടുള്ള വൈകുണ്ഠത്തെ കണ്ട അർജുനൻ ഏറ്റവും വിസ്മയിച്ചു എന്നാണ്. നോക്കൂ, ശ്രീകൃഷ്ണ ഭഗവാന്റെ കൂടെ ചെന്നത് കൊണ്ടാണ് തന്റെ പ്രഭാവം കൊണ്ടൊന്നും ചെല്ലാൻ പറ്റാത്തതായിട്ടുള്ള ഈ വൈകുണ്ഠത്തില് അദ്ദേഹത്തിന് എത്താൻ പറ്റിയത്. വൈകുണ്ഠത്തിന്റെ പ്രഭാവം ഓർത്തതോടുകൂടി അർജുനന് വല്ലാണ്ട് വിസ്മയം വന്നു എന്നാണ്. എന്നിട്ടോ ഒരു കാര്യം ഇപ്പൊ അർജുനന് മനസ്സിലായി. ഈ ഒരൊറ്റ കാര്യം ബോധിപ്പിക്കാനാണ് സന്താന ഗോപാലത്തിന് ഈ കഥയൊക്കെ പറഞ്ഞത്. എന്താ, ഈ ഒരൊറ്റ ശ്ലോകം കിഞ്ചിൽ പൗരുഷം പുംസാം മേനെ കൃഷ്ണാനുകമ്പിതം എന്നാണ്. അതായത് ഏത് തരത്തിലുള്ള ശക്തിയും കൃഷ്ണന്റെ ദയ കൊണ്ടുണ്ടാകുന്നതാണ് എന്ന് മനസ്സിൽ ചിന്തിച്ചുറപ്പിക്കുക. ആ മനുഷ്യന്മാരുടെ പൗരുഷമൊക്കെ ശ്രീകൃഷ്ണന്റെ കാരുണ്യം ഉണ്ടെങ്കിലേ സഫലമായി തീരുള്ളൂ എന്ന് മനസ്സിലായി. ഭഗവാന്റെ കാരുണ്യം ഇല്ലാതെ നമ്മളിപ്പോ എന്ത് പ്രവർത്തിച്ചാലും അതിന്റെ ഫലം നമുക്ക് കിട്ടാൻ പോകുന്നില്ല. നമ്മൾ ധാരാളം പൂജ്യങ്ങൾ ഇങ്ങനെ ഇട്ടു, വല്ല വിലയുണ്ടോ പൂജ്യത്തിന്? ആ പൂജ്യത്തിന്റെ ഇങ്ങേ ഭാഗത്തൊരു ഒന്നിട്ട് കഴിഞ്ഞാൽ ഇട്ട എല്ലാ പൂജ്യത്തിനും വിലയുണ്ടാവുന്നത് പോലെ ഇതുപോലെയാണ് ഭഗവാന്റെ കാരുണ്യം നമ്മുടെ ജീവിതത്തില്. ഭഗവാന്റെ അനുഗ്രഹം ഇല്ല എങ്കില് നമ്മുടെ പ്രയത്നങ്ങളൊക്കെ അല്ലെങ്കിൽ നമ്മളൊക്കെ ശരിക്കും ഒരു ബിഗ് സീറോ തന്നെയാണ്. ഭഗവാന്റെ കാരുണ്യം നമ്മളിൽ പ്രവേശിക്കുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതം ധന്യമായിട്ട് തീരുള്ളൂ. അപ്പോഴേ ജീവിതത്തിന് അർത്ഥം ഉണ്ടാവുള്ളൂ. അത് ആ ജീവിതം കൊണ്ടേ ലക്ഷ്യപ്രാപ്തി നേടാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ എന്തിനാ പ്രവർത്തിക്കേണ്ടത്? ഭഗവാന്റെ കാരുണ്യത്തിന് വേണ്ടിയിട്ട്. നമ്മളൊക്കെ പറയില്ലേ, യോഗം വേണം എന്നാ പറയുക. ഈ യോഗം എന്നുള്ളതാണ് ഭഗവാന്റെ പ്രഭാവം. ആ യോഗം ഉണ്ടെങ്കിലേ നമുക്ക് കിട്ടിയ പദാർത്ഥങ്ങള്, ഈ ലോകത്തിലുള്ള അനുഭവങ്ങൾ നമുക്ക് അനുഭവിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പറ്റുമോ? നോക്കൂ, ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് ഡൈനിങ് ടേബിളിന്റെ മുമ്പിൽ നിരത്തി വെച്ചു, കഴിക്കാൻ പാകത്തിന്. കഴിക്കാൻ പറ്റാത്തൊരു സൂക്കട് വന്നു എന്ന് വിചാരിക്കുക, നോക്കിയിരിക്കാനല്ലേ പറ്റുള്ളൂ, കഴിക്കാൻ പറ്റുമോ? അപ്പൊ അത് അനുഭവിക്കണമെങ്കിൽ എന്ത് വേണം? ഭഗവാന്റെ കാരുണ്യം. അപ്പൊ ജീവിതത്തിൽ വിജയം വേണോ? ഭഗവാനെ ഓർക്കണം. ഭഗവത് സ്മരണയോടുകൂടി വേണം നമ്മുടെ ജീവിതം നയിക്കാൻ. പലപ്പോഴും നമ്മുടെ പരാജയത്തിന് കാരണം ഭഗവാനെ മറക്കലാണ്. അപ്പൊ ഈശ്വര സ്മരണയാണ് ജീവിതത്തിൽ അത്യന്താപേക്ഷിതമായിട്ട് വേണ്ടത്. ഈശ്വര സ്മരണ കൊണ്ട് ഭഗവത് കടാക്ഷം, ഭഗവാന്റെ കാരുണ്യം നമ്മളിൽ പതിക്കുമ്പോൾ നമ്മുടെ ജീവിതം കൊണ്ട് നേടേണ്ടതൊക്കെ നമുക്ക് നേടാനായിക്കൊണ്ട് കഴിയുന്നതാണ്. ഇപ്രകാരമുള്ള ആ പരാക്രമങ്ങള് ശ്രീകൃഷ്ണ ഭഗവാൻ ലോകത്തിന് കാട്ടിക്കൊടുക്കുകയാണെന്നാണ്. പിന്നെ അതുപോലെ തന്നെ ബഹുജേ വിഷയാൻഗ്രാമ്യാൻ ഈജേ ചാത്യുജിതിർമഖൈ, സാധാരണ ആയ വിഷയസുഖങ്ങളെ അനുഭവിക്കുകയും ഉത്കൃഷ്ടമായിട്ടുള്ള യാഗങ്ങളെ കൊണ്ട് ദേവന്മാരെ യജിക്കുകയും ചെയ്തു ഭഗവാൻ എന്നാണ്. ബ്രാഹ്മണാദികളായിട്ടുള്ള പ്രജകളുടെ ആഗ്രഹങ്ങള് കാലാനുസരണം ഇന്ദ്രൻ സമയത്തിനനുസരിച്ച് വർഷിക്കുന്നത് പോലെ സാധിച്ചു കൊടുത്തു ഭഗവാൻ. ഇപ്രകാരമുള്ള ഭഗവാൻ കൃഷ്ണൻ ശ്രേഷ്ഠമായിട്ടുള്ള സ്ഥാനത്ത് അധിവസിച്ചു എന്നാണ്. ഹത്വാ നൃപാനധർമ്മിഷ്ടാൻ ഘാതയിത്വാർജുനാദിഭി അഞ്ജസാ വർത്തയാമാസ ധർമ്മം ധർമ്മസുതാദിഭി. ആ അധർമ്മികളായിട്ട് രാജാക്കന്മാരില് ചിലര് ഭഗവാൻ തന്നെ സംഹരിച്ചു, മറ്റു ചിലരെ അർജുനാദികളെ കൊണ്ട് വധിപ്പിച്ച് ധർമ്മപുത്രരെ തുടങ്ങിയിട്ട് രാജാക്കന്മാരെ കൊണ്ട് സുഗമമായിട്ട് ധർമ്മത്തെ പ്രവർത്തിപ്പിച്ചു എന്നും പറഞ്ഞിട്ടാണ് ആ ചരിത്രത്തെ കുറിച്ചുള്ള വർണ്ണന ഉപസംഹരിക്കുന്നത് എന്നാണ്. ഇങ്ങനെയാണ് ആ സന്താന ഗോപാലം ഉപസംഹരിക്കുന്നത്. ഇനി നമുക്ക് ഇന്നത്തെ ഈ സത്സംഗം ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിച്ചുകൂടെ നിർത്താം. ഇനി നാളെ നമ്മൾ ഈ യജ്ഞത്തെ സമാപിപ്പിക്കുകയാണ്. ഈ 90 ദിവസങ്ങളിലായിട്ട് നടന്ന ദശമസ്കന്ധം സമ്പൂർണമായിട്ട് നമ്മുടെ കഴിവനുസരിച്ച് അതിനെ ഒന്ന് സ്മരിച്ചു എന്നേ ഉള്ളൂ. ഇനി ഇത് ഇപ്പോ കഴിവുള്ള ആളുകൾ എത്ര, അതായത് ഇനി അത് ഒരു 10 90 മാറ്റാൻ പറ്റും. ഭഗവാന്റെ ലീലകൾ അനന്താണ് അല്ലേ? അനന്തൻ പാടിയിട്ട് പോലും കഴിയില്ല. പിന്നെ നമ്മളിപ്പോ 90 ദിവസം കൊണ്ട് പാടിയത് കൊണ്ട് കഴിയോ? ഇല്ല.
അപ്പൊ അത്രയും മഹാത്മ്യമേറിയതാണ് ഭഗവാന്റെ കഥകള്. അതിപ്പോ നമുക്ക് കുറച്ചു ദിവസം ശ്രവിക്കാൻ ഒന്ന് അനുസ്മരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി പൂർവജന്മ സുഹൃതം കൊണ്ട്. അതുകൊണ്ട് നമുക്ക് നാളെ അടുത്ത ദിവസം ഈ യജ്ഞത്തെ ഭഗവാന്റെ പാതാരവിന്ദങ്ങൾ സമർപ്പിക്കാം എന്നാണ് ധരിക്കുന്നത്. അതിന് ഭഗവാൻ നമ്മളെയൊക്കെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഈ സത്സംഗം, ഈ ജ്ഞാനയജ്ഞം സമർപ്പണമായിട്ട് നടത്തി ഭഗവാന്റെ അനുഗ്രഹം നേടി ധന്യധന്യനായിട്ടുള്ള മഹാത്മാവാണ് ഈ ഗായത്രി നായർ, അവിട്ടം നക്ഷത്രം, വിനീത് വിശ്വനാഥൻ മകം. ഇവരാണ് ഇന്നത്തെ യജ്ഞ സമർപ്പണം നടത്തിയ കൂട്ടര്. പൂർവജന്മ സുഹൃതം കൊണ്ട് മാത്രമാണ് അവർക്ക് ഈ തരത്തിലൊരു ജ്ഞാനയജ്ഞത്തില് പങ്കെടുക്കാനും അത് സമർപ്പണമായിട്ട് ചെയ്യാനും കഴിഞ്ഞത്. ഇവരുടെ ഈ സമർപ്പണ ബുദ്ധി കൊണ്ട് ഒരുപാട് ആളുകൾക്ക്, ഇപ്പൊ നമ്മളിന്ന് ആ കഥയില് സന്താന ഗോപാല ഭഗവാന്റെ ആ വൈകുണ്ഠ ദർശനം, അതുപോലെ തന്നെ ആ ഭഗവാന്റെ അനുഗ്രഹം, അപ്പൊ ജീവിതത്തില് ഈശ്വരന്റെ അനുഗ്രഹമാണ് നമ്മൾ നേടേണ്ടത് എന്ന ആ തത്വത്തെ നമുക്കൊക്കെ ബോധിക്കാൻ തക്ക വിധത്തിലാക്കി തീർത്തത് ഇന്ന് ചെയ്ത ഈ സമർപ്പണക്കാരുടെ പ്രവർത്തനം കൊണ്ടാണ്. അപ്പൊ അവരുടെ ജീവിതത്തില് ഭഗവാന്റെ അനുഗ്രഹം എല്ലാ സമയത്തും ഉണ്ടാവട്ടെ എന്ന് നമുക്ക് മനസ്സ് നിറഞ്ഞ് ഭഗവാനെ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുക. കാരണം നമുക്ക് ഈ ഒരു ചരിത്രം മനസ്സിലാക്കാനും അതിനെക്കുറിച്ച് ചിന്തിക്കാനും ഭഗവാന്റെ ആ വൈകുണ്ഠ ഭാവത്തെ കുറിച്ചൊന്ന് ഓർക്കാനും ആ ഭഗവാന്റെ പ്രഭാവം കൊണ്ടാണ് നമ്മളൊക്കെ ജീവിതം ധന്യമാക്കി തീർക്കേണ്ടത് എന്ന് മനസ്സിലാക്കാനുള്ള ആ ഒരു അനുഗ്രഹം കിട്ടിയത് ഇങ്ങനെയുള്ള ഒരു സമർപ്പണ ബുദ്ധി കൊണ്ടാണ്. അപ്പൊ അവരുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും ഭഗവത് അനുഗ്രഹം മേൽക്കുമേൽ ഉണ്ടാകും എന്ന് ഒന്നുകൂടെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവർക്കും അവരുടെ ആ വംശത്തിന് തന്നെ ഭഗവത് അനുഗ്രഹം പൂർണ്ണമായിട്ട് ശ്രീഗുരുവായൂരപ്പന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ഒരിക്കൽ കൂടെ പ്രാർത്ഥിച്ചിട്ട് ഈ സത്സംഗത്തെ ഭഗവത് പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കുകയാണ്. കായേന വാചാ മനസ്സേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.